എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതമൻ ആറ്റിൻകര. ഇന്ന് നമ്മൾ പറയുന്നത് ശംഭൂകൻ്റെ കഥയാണ്. ഇന്ന് വളരെ കൂടുതലായി ചർച്ച ചെയ്യുന്ന ഒരു കഥയാണ് ശംഭൂകൻ്റെ കാര്യം. രാമായണത്തിലെ ശംഭൂകൻ്റെ കഥ പലരും പ്രസംഗിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ശംഭൂകൻ്റെ കഥ യുക്തിവാദികളൊക്കെ എടുത്ത് പറയാറുണ്ട്. ഈ ശംഭൂകൻ്റെ കഥ ശരിക്കും സത്യത്തിൽ ആർക്കെങ്കിലും ശരിക്കും അറിയാമോ? ഞാൻ പലരോട് ചോദിച്ചാൽ അവർക്കതൊക്കെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ കഥ പറയാമെന്ന് വിചാരിച്ചത്. ശംഭൂകൻ്റെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് അന്നത്തെ കാലഘട്ടത്തിലെ ആ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പറയണം. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് ശംഭൂകൻ്റെ കഥയിലേക്ക് പോകുന്നു. BC 10-9 നൂറ്റാണ്ടുകളിൽ ബ്രാഹ്മണ്യവും ചാതുർവർണ്ണയവും ഒക്കെ നിലവിൽ വന്നു. എന്നാലും ശ്രമണ പാരമ്പര്യവും ചർവാക തത്വസമൂഹങ്ങളൊക്കെ ബ്രാഹ്മണ്യത്തിൻ്റെ ചൂഷിത സംസ്കാരത്തിന് എതിരെ മല്ലിട്ട് നിന്നു. 4 ആശ്രമങ്ങൾ, ഈ 4 ആശ്രമങ്ങളും അതോടുകൂടി ജീർണതയിൽ എത്തുകയാണ് ചെയ്തു. ബ്രാഹ്മണ്യത്തിൻ്റെ പതനത്തിന് തുടക്കമായി. അതായത് ഈ വാനപ്രസ്ഥ സന്യാസം ആശ്രമം ആകുമ്പോഴത്തേക്കും അവരുണ്ടാക്കിയ വസ്തുവകകളും അല്ലെങ്കിൽ സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചിട്ട് അതെല്ലാം മക്കൾക്ക് കൊടുത്തിട്ട് മോഷത്തിന് വേണ്ടി മോഷം അന്വേഷിച്ച് ഇങ്ങനെ മോഷത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുക, തെരുവിലൂടെ അലയുക, അല്ലെങ്കിൽ വയലിലൂടെ അലയുക, ഏതെങ്കിലും നദീതീരത്തൂടെ അലയുക, അവിടെയെല്ലാം വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ വെയിലത്ത് വീഴുക, വഴിയിൽ വീഴുക. എന്നിട്ട് പലർക്കും അസുഖം പിടിച്ചു. ആ സമയത്താണ് പല രോഗങ്ങളുണ്ടാകുന്നത്. വാദം അതുപോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവുകയും അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാവുകയും അതിന് ശുശ്രൂഷ ലഭിക്കാതെ, മക്കളുടെ സ്നേഹം കിട്ടാതെ, യാതൊരു വിധത്തിലുള്ള ഒരു കരുണയും കിട്ടാതെ, വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ, പുഴുവരിച്ച് ഇങ്ങനെ മരിക്കേണ്ട ഗതികേടിൽ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഈ മതം അല്ലെങ്കിൽ ഇവരുടെ ഈ തത്വസംഹിതകളോട് പുച്ഛം തോന്നി. ആ സമയത്താണ് ജൈനിസവും ബുദ്ധിസവും ഒക്കെ വരികയും എല്ലാവരും ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോവുകയും ചെയ്തപ്പോഴത്തേക്ക് അതോടുകൂടി ബ്രാഹ്മണസം തകർന്ന് തരിപ്പണമായി. അതിൻ്റെ മെയിൻ കാരണം തന്നെ ഈ ആശ്രമധർമ്മങ്ങളായിരുന്നു. ഇത് BC 7 നൂറ്റാണ്ടായപ്പോഴത്തേക്കും അതിൻ്റെ പതനം പൂർണ്ണതയിലെത്തി. എല്ലാവരും ഈ ബ്രാഹ്മണസത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് മുക്തി നേടി മറ്റ് പല മതങ്ങളിലേക്കും ഓടിപ്പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ അധീശത്വം, അതിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവർ മോചിതരായി. BC 6 നൂറ്റാണ്ട് പകുതിയായപ്പോഴത്തേക്കും ബുദ്ധൻ്റെ ഇടപെടലിലൂടെ അടിസ്ഥാന ജനത നേടിയെടുത്ത സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, അവകാശങ്ങൾ, ആത്മാഭിമാനം അതെല്ലാം ബ്രാഹ്മണ്യത്തിൻ്റെ യുക്തിയില്ലായ്മയെ ചോദ്യം ചെയ്തു തുടങ്ങി. അങ്ങനെയൊരു കാലഘട്ടം ആയിരുന്നത്. അതോടെ ബ്രാഹ്മണ്യം തകരുകയും നിരവധിക്കുകയും ചെയ്തു. ഇതിനകം തന്നെ മിടുക്കന്മാരെ ശൂദ്രന്മാരെ രാജഭരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ കിങ്ഷിപ്പ് ആദ്യം തുടങ്ങിയത് 16 നാഗരികത ഇവിടെ ഉണ്ടായതിന് ശേഷം ഇവിടെ കിങ്ഷിപ്പ് തുടങ്ങിയത് ശൂദ്രന്മാരല്ലെ ബ്രാഹ്മണന്മാരായിരുന്നില്ല, ക്ഷത്രിയന്മാരുമായിരുന്നില്ല. ഇവരുടെ ഇത് അനുസരിച്ച് ക്ഷത്രിയന്മാരായ രാജ്യം ഭരിക്കേണ്ടത്. അവരല്ല, ഇവർ ശൂദ്രന്മാരാണ്. മിടുക്കന്മാരായ രാജവംശ ശൂദ്രന്മാരാണ് കിങ്ഷിപ്പ് തുടങ്ങിയത്. 1682 514 പ്രദ്യോത, 514 മുതൽ 414 ഹരിയങ്ക, 413 345 ശിശുനാഗ, 345 മുതൽ 321 നന്ദ, 321 മുതൽ 185 വരെ മൗര്യ. ഇങ്ങനെയുള്ള രാജവംശങ്ങളായിരുന്നു ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ വർണ്ണവ്യവസ്ഥ ഫോളോ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് പുതിയ ഭരണവ്യവസ്ഥയിൽ യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. അതിനുള്ള ഈ നാഗവംശി രാജാക്കന്മാർ, ഈ രാജാക്കന്മാർക്കെല്ലാം അവർ ബ്രാഹ്മണ വിരോധികളായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ബ്രാഹ്മണരുടെ ഒരു സേവനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഇവരുടെ കൊട്ടാരത്തിലൊക്കെ ബ്രാഹ്മണർക്ക് എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ രാജ്യത്ത് എന്തെങ്കിലും ജോലിയോ ഒന്നും ഇവർ കൊടുത്തിരുന്നില്ല. അങ്ങനെ ബ്രാഹ്മണർ വെറുതെ ഇവരെ പൂജയ്ക്കൊന്നും ആരും വിളിക്കില്ല. കാരണം ഇവരെല്ലാം വിശ്വാസമില്ലായിരുന്നു. അല്ല പൂജ അല്ലെങ്കിൽ അതുപോലെ യാഗം, പലരും യാഗങ്ങളൊക്കെ അവരുടെ രാജ്യം നിർത്തിവെച്ചു, അതെല്ലാം ബാൻ ചെയ്തു. അങ്ങനെ ഒരു തരത്തിലും യാതൊരു വരുമാനമില്ലാതെ ബ്രാഹ്മണരെങ്ങനെ അങ്ങോട്ട് തെക്കോട്ട് നടക്കുമായിരുന്നു. അന്നത്തെ കാലത്താണ് ഈ ഗ്രീക്കിൽ നിന്ന് വന്ന ഈ ഭവിഷ്യവാണി അല്ലെങ്കിൽ ഭാവിയെ പ്രവചനങ്ങളൊക്കെ നടത്തുന്ന പരിപാടിയൊക്കെ അതുകൊണ്ടൊക്കെ ഇവരിങ്ങനെ നടക്കുമായിരുന്നു. അതിൽ ചിലർ വീഴും, ചിലർ വീഴത്തില്ല. അങ്ങനെ നിത്യ ജീവിതത്തിന് പോലും പൈസ ഇല്ലാതെ ഒരുവിധം തെണ്ടുന്ന അല്ലെങ്കിൽ ഈ ദക്ഷിണ മേടിച്ച് അലഞ്ഞിരുന്ന് നടക്കുന്ന ഒരു ഗതികേടില്ലായിരുന്നു ബ്രാഹ്മണർ. അവരുടെ സേവനം ആർക്കും ആവശ്യമില്ലായിരുന്ന കാലഘട്ടമായിരുന്നു ഈ BC 6 മുതൽ അല്ലെങ്കിൽ 7 മുതൽ 2-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ. ചൂഷകരഹീനന്മാരുമായ ബ്രാഹ്മണരെ ഒരു നാഗവംശം കൂടെ നിർത്തില്ലായിരുന്നു. അവർക്കതിൻ്റെ ഒരു ആവശ്യമില്ല. ഒരു സേവനത്തിന് യാതൊരു വിലയില്ലായിരുന്നു. അവർ വിലക്കിയതുമില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ബ്രാഹ്മണ ഉപദേഷ്ടാക്കളുടെയോ പുരോഹിതരുടെയോ ആവശ്യമില്ലായിരുന്നു. പൗരാണിക സമൂഹം ഒരു വിശ്വാസ സമൂഹമേ ആയിരുന്നില്ല ഇന്ത്യയിൽ.
വിദ്യാഭ്യാസം, തൊഴിൽ, രാജഭരണം, കൃഷി, കച്ചവടം തുടങ്ങിയ സകല മേഖലകളിലും ശൂദ്രന്മാർ മേൽക്കോയ്മ കൈവച്ചിരുന്നതോടെ വൈശ്യന്മാരും കൂടെ കൂടി. അതുവരെ വൈശ്യന്മാർ ഇവരുടെ കൂടിയായിരുന്നു. ഇതെല്ലാം നല്ല പുഷ്ടി പ്രാപിച്ചതോടെ വൈശ്യന്മാരും ബുദ്ധിസത്തിൻ്റെ കീഴിലായി. അതോടെ വർണ്ണവ്യവസ്ഥയിൽ അഭിരമിച്ചിരുന്നവരുടെ ഇടയിൽ തൊഴുത്തിൽ കുത്ത് ആരംഭിച്ചു. രണ്ട് കൂട്ടരുണ്ടായിരുന്നുള്ളൂ. ഇത് ക്ഷത്രിയൻ ബ്രാഹ്മണനും മാത്രം. അവർ മാത്രം പിന്നെ അതും കൊണ്ട് നടന്നു. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. എന്തടി? ഈഗോ ആയി. സമൂഹ മാറ്റങ്ങളിൽ തെണ്ടുകളായി തീർന്നിട്ട് പോലും തങ്ങളാണ് കേമന്മാരെന്ന് രണ്ടുപേരും ഇങ്ങനെ നിരാശ കൊണ്ട് അവർ രണ്ടുപേരും ഞങ്ങളാണ് കേമന്മാർ എന്ന് ക്ഷത്രിയരും, അതല്ല ഞങ്ങളാണ് കൂടുതൽ കേമന്മാരെന്ന് ബ്രാഹ്മണരും പറഞ്ഞുകൊണ്ടിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി. അതിൻ്റെ പര്യവസാനത്തിലാകട്ടെ BC 220 ക്ഷത്രിയർ അടിച്ചു പിരിഞ്ഞതോടുകൂടി ക്ഷത്രിയർ ഭൈരവം എന്ന് പറഞ്ഞ പുതിയ ദേശം തന്നെ ഉണ്ടാക്കി. എന്നിട്ട് പഞ്ചവിംശ ബ്രാഹ്മണം കൊണ്ട് ഭാരതത്തിലെ ബ്രാഹ്മണർ രണ്ടാം കിട പൗരന്മാരായി ഒരു സിവിൽ കോഡൊക്കെ ഉണ്ടായി. ഇത് നേരത്തെ പറഞ്ഞതാണ് ഞാൻ. അതോടെ ബ്രാഹ്മണവർഗത്തിൻ്റെ ഇക്കപ്രതിയില്ലാതായി. ഒരു വശത്ത് ശൂദ്രർ 600 വർഷമായി രാജ്യം ഭരിക്കുന്നു, അവർ ബുദ്ധജനത അല്ലെങ്കിൽ ജൈനന്മാർ. മറുവശത്ത് കൂടെ നിന്നവരെ അടിച്ചു പിരിഞ്ഞ് സ്വന്തം ദേശമുണ്ടാക്കി തങ്ങളെയും തങ്ങളുടെ സേവനങ്ങളെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു ക്ഷത്രിയർ. അപ്പോൾ ഇപ്പം കുലശത്രുക്കളെ രണ്ടായത്. ഒന്ന് ബുദ്ധമതവും മറ്റേത് ക്ഷത്രിയരും അവരുടെ ഭൈരത്വവും. ഇങ്ങനെ രണ്ട് ശത്രുക്കളുണ്ടായി ബ്രാഹ്മണർക്ക്. അവർ രണ്ടും തകർക്കണം. ഭൈരവത്തിലെ ക്ഷത്രിയർ സമ്പന്നരായപ്പോൾ കൃഷിയും കച്ചവടവും ചെറുകിട വ്യവസായവും തൊഴിലുകളും ചെയ്ത് ആര്യാവതത്തിലും ഭൈരവത്തിലും ശൂദ്രന്മാരും സമ്പന്നരായി. ഇതൊക്കെ കണ്ട് അസൂയപ്പെടുന്ന ബ്രാഹ്മണർ ഇവരെ കൊണ്ട് ഇനി ഇതൊന്നും അനുഭവിക്കാൻ ഇടയാക്കരുത് എന്ന് മനുസ്മൃതി എഴുതുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു. മനുസ്മൃതി എഴുതിയപ്പോഴല്ല നിയമങ്ങളിലെല്ലാം തോന്നുന്നു, അതിന് മുമ്പ് തന്നെ ഇവർ തീരുമാനിച്ചിരുന്നു ഇവരെ ഇനി ഒരിക്കലും ഇതൊന്നും അനുഭവിക്കാൻ ഇടവരരുതെന്ന് അവർ നേരത്തെ തന്നെ തീരുമാനിച്ചു. മനുസ്മൃതി എഴുതിയപ്പോൾ അതൊക്കെ എഴുതി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ ഇവർ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനേക്കാളൊക്കെ ബ്രാഹ്മണരെ ക്രൂരരാക്കിയത് ചണ്ടാല ചാമർ സമുദായത്തിൻ്റെ പാണ്ഡിത്യമായിരുന്നു. അപ്പം അന്ന് ചണ്ടാല സമുദായമായിരുന്നു ഏറ്റവും പാണ്ഡിത്യമുള്ള ഒരു ക്ലാസ്. ചണ്ടാല ചാമർ, അതിനകത്ത് പല സബ് കാസ്റ്റുകൾ വേറെയുണ്ട്. ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ. ഈ ചണ്ടാലന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ നെറ്റിച്ച് വിളിക്കുന്നുണ്ടെങ്കിലും ചണ്ടാലന്മാർ എന്ന് പറഞ്ഞാൽ ചന്ത് എന്ന് പറഞ്ഞാൽ മൂൺ, ഓല എന്ന് പറഞ്ഞാൽ ദളം അല്ലെങ്കിൽ അതിൻ്റെ ലെവൽ. അതായത് വിജ്ഞാനം കൊണ്ട് വിജ്ഞാനം കൊണ്ട് അതിൻ്റെ പ്രഭാപൂരിതമായ ചന്ദ്രനെ പോലെ തിളങ്ങുന്നവന്മാർ ആണ് ചണ്ടാള. അങ്ങനെയുള്ളവരാണ് ചണ്ടാളന്മാർ. ജ്ഞാനം കൊണ്ട് തിളങ്ങുന്നവർ അവരാണ് ചണ്ടാളന്മാർ. അതാണ് അതിൻ്റെ മീനിങ്. അങ്ങനെയുള്ളവരാണ് ചണ്ടാളന്മാരെ വിളിച്ചിരുന്നത്. ആ ചണ്ടാലർ തന്നെ 100% എഡ്യൂക്കേറ്റഡ് ക്ലാസ്സാണ് അവർ. എന്നാൽ അതിൽ തന്നെ വലിയ സ്കോളർമാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്കോളർമാർക്ക് കൊടുത്ത ഒരു ഹോണറേറിയം ആയിരുന്നു അല്ലെങ്കിൽ റാങ്ക് ആയിരുന്നു ഈ ചാണക്യൻ എന്നുള്ളത്. അപ്പം ചണ്ടാലവർക്കിൽ ധാരാളം ചാണക്യന്മാരുണ്ടായിരുന്നു. ഒരു ചാണക്യനൊന്നുമല്ല, ധാരാളം ചാണക്യന്മാരുണ്ടായിരുന്നു. അതായത് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിലെ സ്കോളർമാരായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ അതല്ല ഈ ചാണക്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണനൊന്നുമല്ല, അത് ചണ്ടാളവർഗത്തിൽ തന്നെയുള്ള ഏറ്റവും ഹൈ റാങ്കിലുള്ള സ്കോളേഴ്സിനെയായിരുന്നു ഈ ചാണക്യന്മാരെന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? വേദമാണ് ഞാനും സംസ്കൃതമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നൊക്കെ പറഞ്ഞു നടന്നിട്ടും ചണ്ടാളന്മാരുടെ മുകളിൽ നിരന്തരം തോൽക്കുകയായിരുന്നു തന്നെയായിരുന്നു പതിവ്. രാവണൻ ഒരു ചണ്ടാളനായിരുന്നു. രാവണന് മുമ്പിൽ ഇവർ തോറ്റു. അതുകൊണ്ടാണ് രാവണനെ കൊല്ലാൻ ഇവർ കഥയുണ്ടാക്കിയത്. രാവണനെ ജീവിച്ചിരുമ്പോൾ കൊല്ലാൻ പറ്റിയിട്ടില്ല. പിന്നെയോ കഥകളിലൂടെ രാവണനെ കൊല്ലുകയായിരുന്നു. രാവണൻ ഇന്നത്തെ ഛത്തീസ്ഗഡിലെ ഒരു സ്ഥലത്തായിരുന്നു പുള്ളി ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹം ഹീണ്ട് വംശത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പം ഒരു അവസരം കിട്ടിയാൽ വിദ്യയിൽ ഇവരെ അകറ്റി നിർത്തണമെന്ന് ഇവർ വിചാരിച്ചു നേരത്തെ തന്നെ. രാവണന് 10 തലയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബുദ്ധൻ ഒരു പ്രാവശ്യം പറഞ്ഞു രാവണന് 10 തലയ്ക്ക് ഈക്വലായിട്ടുള്ള ബുദ്ധിയുണ്ട്. അല്ലെങ്കിൽ ഒരേ സമയം 10 പേരെ 10 വിവിധ സബ്ജക്റ്റുകളിൽ അദ്ദേഹം തോൽപ്പിച്ചിട്ടുണ്ട്, ഡിബേറ്റ് നടത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ 10 തലയുള്ള രാവണൻ എന്ന് വിളിക്കാൻ കാരണം. അല്ലാതെ 10 തലയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഛത്തീസ്ഗഡിലെ ഒരു രാജ്യത്തായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചണ്ടാളന്മാരോട് എല്ലാ തരത്തിലും ഇവർക്ക് പകയായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഭരണം കയ്യിൽ വന്നാൽ ഈ ചണ്ടാളന്മാരെയൊക്കെ അവരുടെ ആ ഉയരത്തിൽ നിന്ന് അവരെ തള്ളി താഴെയിടണം. പിന്നെ ഒരിക്കലും ഇവരെ വിദ്യയായിട്ട് ബന്ധിപ്പിക്കരുത് അല്ലെ അടുപ്പിക്കരുത് എന്നൊക്കെ ഇവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ അധികാരം കയ്യിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഈ 600 കൊല്ലം കൊണ്ട് ഇവർ മനസ്സിലാക്കി. അതാണ് ബ്രാഹ്മണർക്ക്. അതുകൊണ്ട് അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത വർണ്ണവ്യവസ്ഥയുടെ രീതികൾ അവർ തന്നെ തകർത്തു. അവർ തന്നെ തകർക്കുകയാണ്. വർത്തമാനാവസ്ഥയിൽ ബ്രാഹ്മണൻ വിദ്യ അഭ്യസിപ്പിക്കണം, എല്ലാവരെയും ക്ഷത്രിയൻ രാജ്യം ഭരിക്കണം, വൈശ്യൻ കൃഷിയും കച്ചവടമൊക്കെ നടത്തണം, ശൂദ്രൻ മറ്റ് ജോലിയില്ലെന്നും ഇത് ആ വ്യവസ്ഥ ഇവർ തന്നെ സ്വയം തകർക്കുക ചെയ്ത്. കാരണം അധികാരത്തിന് വേണ്ടിയാണ്. പിന്നെ ക്ഷത്രിയൻ്റെ എല്ലാ അധികാരങ്ങളും ബ്രാഹ്മണൻ്റെ കയ്യിലായിരിക്കണം എന്ന് ഇവർ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ ഇവർ ഈ BC 2-3 നൂറ്റാണ്ടിൽ തന്നെ ഇവരെ ഉണ്ടാക്കിയെടുത്ത ആ നിയമങ്ങൾ ഇവർ തന്നെ തല്ലിപ്പൊളിക്കുകയത്, ഇവർ തന്നെ തകർക്കുകയാണ് ചെയ്തത്.
അങ്ങനെയാണ് BC 185 മൗര്യ രാജാവായ ബഹ്രദ്രത്തെ ചതിരിയോട് കൊന്ന ആദ്യത്തെ ബ്രാഹ്മണ രാജവംശം ഇവർ സ്ഥാപിച്ചത്. അല്ലെങ്കിൽ ക്ഷത്രിയർക്ക് കൊടുത്തില്ലായിരുന്നു, അത് കൊടുത്തില്ല. അധികാരം കയ്യിലില്ലാത്തതിൻ്റെ വൈഷമ്യം, അധികാരം കയ്യിലില്ലാത്തവൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം അവർ അനുഭവിച്ചുകൊണ്ടാണ് അധികാരം കയ്യിലൊതുക്കാൻ വേണ്ടി അന്ന് തൊട്ട് ഇവർ ക്ഷത്രിയൻ്റെ പദവി അല്ലെങ്കിൽ ക്ഷത്രിയൻ കുലം ആണ് രാജ്യം ഭരിക്കേണ്ടത്, അതല്ല ഞങ്ങളാണ് രാജ്യം ഭരിക്കേണ്ടത് അവർ അന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇവരുണ്ടാക്കിയ ആ സിസ്റ്റം അവർ തന്നെ തകർക്കുക ചെയ്തത്. രാജാവായ പുഷ്യമിത്രനെ പുരോഹിതന്മാരും നല്ല രീതിയിൽ രാജ്യം ഭരിക്കാനല്ല ശ്രമിച്ചത്, പിന്നെ അവർ പക തീർക്കാനാണ് ശ്രമിച്ചത്. ബുദ്ധ ക്ഷത്രിയ വൈരാഗ്യം തീർക്കാനാണ് ഉപയോഗിച്ചത്. ബുദ്ധന്മാരും ശത്രുക്കളായിരുന്നു, ക്ഷത്രിയരും ശത്രുക്കളായിരുന്നു. സ്വന്തം കൂടെ നടന്ന ആൾക്കാരാണ് ക്ഷത്രിയർ, അവരും ശത്രുക്കളായി തീർന്നു. അവരെ രണ്ടുപേരെ ഒതുക്കാനും അവരെ നശിപ്പിക്കാനുമാണ് ഇവരുടെ മുഴുവൻ സമയം ചെലവഴിച്ചത്. ഒരു ആർമിയെ പഞ്ചാബിലേക്ക് സില്ലാക്കോട്ടിലേക്ക് അയച്ചു. അവിടെ ധാരാളം ക്ഷത്രിയരെ കൊന്നു. ബുദ്ധവിഹാരങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. സാഞ്ചി സ്തൂപം നശിപ്പിച്ചു. മിഥിലയിലേക്ക് മാർച്ച് ചെയ്തു. ജനകനെ കൊന്നു. അതുപോലെ ഒരു ബുദ്ധ സന്യാസിയുടെ തലയ്ക്ക് അന്ന് 1000 ആരെങ്കിലും ഒരു ബുദ്ധ സന്യാസിയുടെ തല കൊയ്തു കൊണ്ടുവന്നാൽ അവർക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചു. അപ്പോൾ ധാരാളം ആൾക്കാർ ബ്രാഹ്മണർ ബുദ്ധ സന്യാസിമാരുടെ തല വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവരികയും ആ തല കാണിച്ചിട്ട് 100 സ്വർണ്ണ നാണയങ്ങൾ വാങ്ങിയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കാണ് ഇദ്ദേഹത്തിൻ്റെ പടയാളികൾക്ക് മനസ്സിലായി, രാവിലെ കൊണ്ടുവന്ന തല തന്നെ ഉച്ച കഴിഞ്ഞ് ഈ ആദ്യം കൊണ്ടുവന്ന ആളുടെ അനിയനോ അച്ഛനോ ഒക്കെ കൊണ്ടുവരും. അങ്ങനെ ഒരു ബുദ്ധ സന്യാസിയെ കൊന്ന് രാവിലെ ചേട്ടൻ ആ തലയും കൊണ്ടുവരും. അതുകൊണ്ട് കാണിച്ചിട്ട് 100 സ്വർണ്ണ നാണയം മേടിച്ചുകൊണ്ട് പോകും. ആ തല തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അനിയൻ കൊണ്ടുവരും. അത് കാണിച്ചിട്ട് 100 സ്വർണ്ണ നാണയം പിന്നെയും മേടിച്ചുകൊണ്ട് പോകും. അതിന് ചിലപ്പം വേറൊരാൾ കൊണ്ടുവരും, അല്ല അച്ഛനോ അതുപോലെ ആരെങ്കിലും കൊണ്ടുവരും. ആ തല തന്നെ കാണിച്ചിട്ട് 100 സ്വർണ്ണ നാണയം മേടിച്ചിട്ടും. ഇങ്ങനെ രാജ്യത്തുള്ള പൗരന്മാർ തന്നെ ഇതെല്ലാം ചെയ്തതെന്ന് മനസ്സിലായപ്പോൾ ഭടന്മാർ രാജാവിനോട് പറയും, പുഷ്യമിത്ര ശുംഗൻ അപ്പോൾ തന്നെ കൽപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ കൊയ്തു കൊണ്ടിരുന്ന ഈ തല ഇനി തിരിച്ചു കൊടുത്തു വിടേണ്ട, അതിവിടെ ഒരു കല്ലിൽ എറിഞ്ഞുടച്ച് അത് വികൃതമാക്കി വെച്ച് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കല്ലിൽ എറിഞ്ഞെടുത്ത് തല ഉടച്ചു. പിന്നെ ആ തല പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് അവരുടെ ഈ കള്ളത്തരത്ത് ഒക്കെ ഇല്ലാതാക്കിയത്. അപ്പം അന്ന് ഈ തല കല്ലിൽ എറിഞ്ഞുടയ്ക്കുന്ന ആ പതിവ്, അതിൻ്റെ ആ സമ്പ്രദായമാണ് പിന്നീട് അമ്പലത്തിൽ വലിയ കല്ല് വെച്ചിട്ട് നാളികേരം എറിഞ്ഞുടയ്ക്കുക. തല ഇല്ലാത്തതിന് പകരം നാളികേരം എറിഞ്ഞുടയ്ക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ അമ്പലത്തിൽ പ്രാക്ടീസ് ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അമ്പലത്തിലുണ്ട്, കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ലിൽ നാളികേരം എറിഞ്ഞെടുക്കുക. ആ തലയ്ക്ക് പകരം നാളികേരം അത് ആ സമ്പ്രദായമാണ്, ആ തല എറിഞ്ഞുടയ്ക്കുന്ന സമ്പ്രദായമാണ് പിന്നെ ഈ നാളികേരം എറിഞ്ഞുടയ്ക്കുന്ന സമ്പ്രദായമായിട്ട് മാറ്റിയെടുത്തത്. അതിൽ നിന്നുണ്ടായതാണ്. അപ്പം അന്ന് ആയിരക്കണക്കിന് ബുദ്ധ സന്യാസിമാരെയും ബുദ്ധവിഹാരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു. അതിനകത്ത് കുക്കുത്തറാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറി. അങ്ങനെ അവിടുത്തെ ഒരു സിറ്റിയായിരുന്നു. ആ സ്ഥലത്ത് അവിടെ ഒരു സ്ഥലത്ത് 1200 ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ അടുത്തേക്ക് ആയുധങ്ങളുമായി കടന്നു ചെന്ന് അവരെല്ലാം വെട്ടിക്കൊല്ലുന്നു. അവരുടെ മുമ്പിലുണ്ടായിരുന്ന അവരുടെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു നൺ അല്ലെങ്കിൽ ഒരു ബുദ്ധ ഭിക്ഷുണിയായിരുന്നു താരക. ഈ താരകയും അവർ കൊന്നു. അവരൊക്കെ ഹൈ റാങ്കിൽ ഈ ജ്ഞാനതലത്തിൻ്റെ 6 ലെവലും കഴിഞ്ഞ് അവരൊക്കെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചു വന്നു, അല്ലെങ്കിൽ പരിനിർവ്വാണത്തിൻ്റെ ആ ലെവലെത്തിയവരായിരുന്നു. അല്ലെങ്കിൽ അവിലോകിതേശ്വരൻ്റെ എല്ലാം ബുദ്ധൻ്റെ അതേ റാങ്കിലുണ്ടായിരുന്ന താരയെ കൊന്നു. അത് കഴിഞ്ഞ് അവർ പിന്നെ ശകാല എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് 1500 മോങ്കുകൾ വിപാസന ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ ഗേറ്റ് അടച്ചിട്ട് അവരെ വെട്ടിക്കൊന്നു. ആർക്കും ഓടിപ്പോകാൻ സാധിച്ചില്ല. കോശത്താമയിലെത്തി. അവിടെ അതുപോലെ ആയിരക്കണക്കിന് നൺസ് ഇതുപോലെ തന്നെ ഉണ്ട്. അവരുടെ സീനിയറായിട്ടുള്ള ഒരാൾ ശുപാർണികയായിരുന്നു. ആ ശുപാർണികയുടെ മറ്റുള്ള എല്ലാ നൺസിൻ്റെയും തലയും മുലയും മൂക്കും ഒക്കെ വെട്ടി, മൂക്കും മുലയൊക്കെ വെട്ടിയാണ് അവരെ ശിക്ഷിച്ചത്. അങ്ങനെ നടന്നു. അപ്പം ഇങ്ങനെ പിന്നെ കാശ്മീരിൽ പോയി തക്ഷശില യൂണിവേഴ്സിറ്റി നശിപ്പിച്ചു. 500 മോണസ്ട്രീസ് അവിടെ നശിപ്പിച്ചു. നളന്തയിലും അശോകവനം തീയിട്ടു. രാമായണത്തിൽ അശോകവനം തീയിടുന്നതെന്ന് പറഞ്ഞത് ലങ്കയിലൊന്നുമല്ല. യഥാർത്ഥത്തിൽ അത് തീയിട്ടത് അശോകവാടി തീയിട്ടത് പാടലിപുത്രത്ത് തന്നെയായിരുന്നു. തക്ഷശില യൂണിവേഴ്സിറ്റി നശിപ്പിച്ചു. നളന്തയിലെ അശോകവനത്തിൽ തന്നെയാണ് അത് തീയിട്ട് നശിപ്പിച്ചത്. ചണ്ടാലർ, ചാമർ തുടങ്ങിയ സകലരുടെയും വീടും സ്വത്തും ബ്രാഹ്മണർ കയ്യേറി അധികാരം സ്ഥാപിച്ചു. അവരെയൊക്കെ അഭയാർത്ഥികളായി തെരുവിൽ ഇറക്കി വിട്ടു. അപ്പോൾ ഈ രാമായണത്തിൽ പറയുന്ന ഈ താരകാവധം, അത് ഈ താടകാവധം, അത് ഈ താരകയാണ്. താരകയെ കൊല്ലുന്നതാണ് അവരെ ഒരു അസുര സ്ത്രീയായിട്ട് ചിത്രീകരിക്കുകയും അത് താടകയാക്കി മാറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ ശുപാർണികയും അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ മൂക്കും മുലയും മുറിച്ചാണ് അവരെ കൊന്നത്. അതിനെ അസുര സ്ത്രീയാക്കി മാറ്റിയാണ് ശൂർപ്പണയാക്കി മാറ്റി അവതരിപ്പിച്ചിരിക്കുന്നത്
രാമായണത്തിനകത്ത്. ഇതൊക്കെ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവർ വികൃതമായി അവരുടെ ഈ പുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. BC 170 ഭൈരവം നശിപ്പിച്ചു. അത് ക്ഷത്രിയരുടെ രാജ്യമായിരുന്നു, അവരുടെ രാഷ്ട്രമായ ഭൈരവം നശിപ്പിച്ചു. ആ ഭൈരവത്തെയാണ് പിന്നെ ഭാരതം എന്ന പേരിൽ മാറ്റിയെടുത്തത്. അപ്പോൾ യാഗവും യജ്ഞവും മർഗബലിയും ഒക്കെ വീണ്ടും തിരിച്ചു വന്നു. ഈവിൽ സ്പിരിറ്റിനെ സംപ്രീതരാക്കാനായിട്ടുള്ള ആ പരിപാടിയെല്ലാം തുടങ്ങി. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഹിസ്റ്റോറിയൻ ജോൺ മാർഷൽ പറഞ്ഞിങ്ങനെയാണ്: പുഷ്യമിത്ര killed thousands of Buddhists and burned thousands of their monasteries to achieve the fame among the Brahmins. ബ്രാഹ്മണരുടെ ഇടയിൽ പുഷ്യമിത്രന് ഒരു വിലയുണ്ടാകാൻ, അല്ലെങ്കിൽ അവൻ ശത്രുക്കളെ നിഗ്രഹിക്കാൻ മിടുക്കനാണ്, അല്ലെങ്കിൽ അവൻ ശത്രു നിഗ്രഹം ചെയ്ത് ബ്രാഹ്മണരെ രക്ഷിക്കണം, ബ്രാഹ്മണരുടെ പൊതുശത്രുക്കളെല്ലാം നശിപ്പിക്കുന്നവനാണ് എന്നൊരു ജനപ്രീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇത്തരം വലിയ ഈ ദ്രോഹങ്ങളൊക്കെ മനുഷ്യനോട് ചെയ്തത്. അപ്പോൾ 600 വർഷം ശ്രമണബുദ്ധ സംസ്കാരത്തിൽ ജീവിച്ച ഉൽബുദ്ധരായ ജനതയെ ബ്രാഹ്മണൻ്റെ സാമൂഹിക ദ്രോഹപരമായ ഈ ഭരണത്തെ ചോദ്യം ചെയ്തു. അന്ന് 600 വർഷമായിട്ട് അവർ വിദ്യ ജനങ്ങളാണ്. അപ്പോഴത്തെ പുഷ്യമിത്ര ശുംഗൻ്റെ ഈ നയങ്ങളൊന്നും അവർ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ അതൊന്നും നടപ്പാക്കാൻ അവർ സമ്മതിച്ചില്ല. അവർ ചോദ്യം ചെയ്തു, അതിനെ എതിർത്തു. അതിനാണ് അപ്പോൾ ക്ലാഷസ് ഉണ്ടായി, റൈറ്റ്സ് ഉണ്ടായി, അജിറ്റേഷൻസ് ഉണ്ടായി. അപ്പോൾ ഈ ജനതയെ ഒരു പാഠം പഠിപ്പിക്കണം, അതിന് സ്റ്റാറ്റ്യൂട്ടറി ലോ ഉണ്ടാകണം. അങ്ങനെ ഒരു പുഷ്യമിത്ര ശുംഗൻ്റെ അല്ലെങ്കിൽ ശുംഗ ഡൈനാസിയുടെ സ്റ്റാറ്റ്യൂട്ടറി ലോ എന്ന നിലയിലാണ് ഈ മനുസ്മൃതി എഴുതിയുണ്ടാക്കിയത്. അങ്ങനെ മനുസ്മൃതി ഉണ്ടാക്കിയാൽ പിന്നെ ആ നിയമം അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അതിന് വിധേയപ്പെട്ട് പിന്നെ ജനങ്ങൾ ദുരിതത്തിൽ ജീവിക്കേണ്ടി വന്നത്. കലിംഗത്തിലെ രാജാവായിരുന്ന ശ്രാത്തദേവൻ എന്ന് പറഞ്ഞ ഒരുത്തനാണ് മനു എന്ന പേരിൽ ഇതെല്ലാം എഴുതി വെച്ചത്. അതിന് വൈവസ്തക ക്ലാനിലുള്ള ബ്രാഹ്മണനായിരുന്നു അവൻ മഗധ ലിപിയിലാണ് ഈ മനുഷ്യത്വരഹിതമായ ഈ മനുസ്മൃതി എഴുതിയത്. കരിയമ്മ അത് BC 180-175 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് എഴുതിയത്. അതാണ് മനുസ്മൃതി. അപ്പോൾ ഈ മനുസ്മൃതിയുടെ ലക്ഷ്യം തന്നെ എന്തായിരുന്നു? അത് പലതായിരുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരായ ഒരു സമുദായത്തെ ഇനി ഇവിടെ ഉണ്ടാവരുത്. അതായത് വിദ്യ ഉണ്ടായാൽ അവർ മറ്റുള്ളവരെ ചോദ്യം ചെയ്യും, മറ്റുള്ളവർ ചെയ്യുന്നതല്ലാതെ അതിന് ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം വരും, കപ്പാസിറ്റി ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ട് എല്ലാവരെയും വിദ്യയിൽ നിന്ന് മാറ്റി നിർത്തണം. 2, ബ്രാഹ്മണനേക്കാൾ സമ്പന്നനായ ഒരു വർഗ്ഗം ഇവിടെ ജീവിക്കരുത്. ഏറ്റവും സമ്പന്നൻ എന്നും ബ്രാഹ്മണനായിരിക്കണം. അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം എപ്പോഴും തരം താഴ്ത്തിക്കണം. അതുകൊണ്ട് അവരുടെ സ്വത്തുക്കളും വകകളെല്ലാം സ്നാച്ച് ചെയ്തിട്ടിരിക്കണം. പിന്നെ ആരും ഒരിക്കലും ബ്രാഹ്മണരെക്കാളും മിടുക്കരാവരുത്, ഒരു കാര്യത്തിലും മിടുക്കരാവരുത്. ഇനി ആരെങ്കിലും മിടുക്കരായെങ്കിൽ അവരുടെ ഒരിക്കലും ബ്രാഹ്മണനുടെ ഒരു നിർദ്ദേശം കൊടുക്കാൻ പാടില്ല, കൊടുത്താൽ അവൻ്റെ തലയിറക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പല നിയമങ്ങളും അന്ന് അവർ ഉണ്ടാക്കിയെടുത്തു. ഒരുത്തിനും ബ്രാഹ്മണന് നേരെ നിന്ന് സംസാരിക്കാൻ ധൈര്യം വരരുത്. ഒരു ബ്രാഹ്മണൻ്റെ മുന്നിൽ നിർത്തിനും ഒരു ശൂദ്രന് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവരുത്. അതെല്ലാം അവർ അമർത്തി പറ്റും. ഇതൊക്കെ മുന്നിൽ കണ്ടാണ് മനുസ്മൃതിയിലെ ശ്ലോകങ്ങളൊക്കെ എഴുതി വെച്ചത്. ചാപ്റ്റർ 1 പറയുന്നത് എന്താണ്? ശൂദ്രാസ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ടേക്കിംഗ് എഡ്യൂക്കേഷൻ. ശൂദ്രന്മാർക്കൊന്നും എഡ്യൂക്കേഷൻ ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഇല്ല. അത് ചാപ്റ്റർ 1 തന്നെ പറയുന്നുണ്ട്. അത് വേഴ്സ് 91. വാട്ട് എവർ എക്സിസ്റ്റ് ഇൻ ദിസ് വേൾഡ് ഇറ്റ് ഈസ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി ബ്രാഹ്മണൻ ഓൺ അക്കൗണ്ട് ഓഫ് ദി എക്സലൻസ് ഓഫ് ഹിസ് ഒറിജിൻ. ദ ബ്രാഹ്മണൻ ഈസ് ദി ഇന്ത്യയുടെ എൻറ്റൈറ്റിൽഡ് ടു ഓൾ ഇറ്റ്. ബ്രാഹ്മണൻ അവൻ ജനിച്ചു വന്ന അതിൻ്റെ പ്രിവിലേജ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവൻ്റെ എക്സലൻസി കൊണ്ട് തന്നെ അവൻ എല്ലാത്തിനെയും ഭരിക്കാൻ അവകാശപ്പെട്ടവനാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം തന്നെ അവൻ്റെ പ്രോപ്പർട്ടിയാണ്. അതിനെ ആരും ചോദ്യം ചെയ്തുകൂടാ. ചാപ്റ്റർ 2 വേഴ്സ് 100 പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ ചാപ്റ്റർ 8 വേഴ്സ് 416 പറയുന്നത് എങ്ങനെയാണ്? ബ്രാഹ്മണൻ ഹാസ് ദ റൈറ്റ് ടു സ്നാച്ച് ദ വെൽത്ത് ഓഫ് ശൂദ്രാസ്. ശൂദ്രൻ്റെ എല്ലാ വസ്തുവകളും കവർന്നെടുക്കാൻ, സ്നാച്ച് ചെയ്തെടുക്കാൻ ബ്രാഹ്മണന് അധികാരമുണ്ട്. ചാപ്റ്റർ 10 പറയുന്ന വേഴ്സ് 129 പറഞ്ഞിങ്ങനെയാണ്: നോ കളക്ഷൻ ഓഫ് വെൽത്ത് മസ്റ്റ് ബി മെയ്ഡ് ബൈ ദി ശൂദ്രാസ് ഈവൻ ദോ ഹി ഹാസ് ഏബിൾ ടു ഡു ഇറ്റ്. ഫോർ എ ശൂദ്ര ഹു ഹാസ് അക്വയർഡ് വെൽത്ത് ഗീവ്സ് പെയിൻ ടു ബ്രാഹ്മണൻ. ശൂദ്രന് ഏതെല്ലാം കഴിവുകൊണ്ട് ധനം സമ്പാദിക്കാൻ ഉണ്ടെങ്കിൽ പോലും അവനത് ചെയ്യരുത്. അവനെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ആ ജോലി മാത്രമേ അവൻ ചെയ്യാവുള്ളൂ. അതുകൂടാതെ ശൂദ്രൻ ഏതെങ്കിലും തരത്തിൽ ധനം സമ്പാദിച്ചാൽ അതുകൊണ്ട് ബ്രാഹ്മണന് വേദന ഉണ്ടാകും. ശൂദ്രൻ ഏതെല്ലാം തരത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന കണ്ടാൽ ഇവന് വേദന ഉണ്ടാകും, അല്ലെ ഉണ്ടാകണം, എന്നാലേ സ്നാച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മനുസ്മൃതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ശതപഥ ബ്രാഹ്മണ എഴുതി സിവിൽ കോഡ് എഴുതിയുണ്ടാക്കി. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ക്ഷത്രിയർ ഭാരതദേശം ഉണ്ടാക്കിയപ്പോൾ അവിടെ പഞ്ചവിംശ ബ്രാഹ്മണം എഴുതി ആദ്യം ക്ഷത്രിയനെയും അതിൻ്റെ താഴെ ബ്രാഹ്മണനെയും അതിൻ്റെ താഴെ വൈശ്യനെയും പിന്നെ ശൂദ്രനെ ഉണ്ടാക്കി. അതായത് ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന ഓർഡർ ഉണ്ടാക്കി.
അതിന് പകരമായിട്ട് അവരെ രാഷ്ട്രം നശിപ്പിച്ചതിന് ശേഷം, അവരെയും നശിപ്പിച്ച് അവരുടെ രാഷ്ട്രവും നശിപ്പിച്ചതിന് ശേഷം ഇവരെ ശതപഥ ബ്രാഹ്മണം എന്ന പുതിയ സിവിൽ കോഡ് എഴുതി ഉണ്ടാക്കി അവരെ എന്ത് ചെയ്തു? ക്ഷത്രിയനെ മൂന്നാം തരക്കാരനാക്കി. ക്ഷത്രിയനെ ഇവരെ രണ്ടാം തരക്കാരനാക്കിയെങ്കിൽ ക്ഷത്രിയനെ ഇവരെ മൂന്നാം തരക്കാരനാക്കി മാറ്റിയെടുത്തു. അതെങ്ങനെയാണ്? അങ്ങനെ ശതപഥ ബ്രാഹ്മണം എഴുതിയുണ്ടാക്കിയ സിവിൽ കോഡ് എഴുതിയുണ്ടാക്കിയിട്ട് ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ എന്ന പുതിയൊരു സോഷ്യൽ ഓർഡർ ഉണ്ടാക്കി. അതായത് നമ്മളിന്ന് പറയുമ്പോൾ നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെയാണ് പറയുന്നത്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നാണ് ഓർഡർ. അങ്ങനെയല്ല. BC 2-ാം നൂറ്റാണ്ടിൽ തന്നെ 170, 175 ആ കാലഘട്ടത്തിൽ തന്നെ ശതപഥ ബ്രാഹ്മണം എഴുതി ഇവർ ബ്രാഹ്മണനും വൈശ്യനും പിന്നെ ക്ഷത്രിയനും പിന്നെ ശൂദ്രനും ആക്കി. അതായത് ബ്രാഹ്മണന് ശേഷം പിന്നെ വൈശ്യൻ, അതിനുശേഷം പിന്നെ ക്ഷത്രിയൻ, അതിനുശേഷം ശൂദ്രൻ. ഈ ഓർഡർ നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾക്കറിയില്ല. നമ്മൾ അറിയാത്തതുകൊണ്ട് നമ്മൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയും. ഇങ്ങനെയല്ല. ഈ ഓർഡർ BC 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഇല്ലാതാക്കിയപ്പോൾ അങ്ങനെ ഈ വൈശ്യരുമായിട്ടുള്ളൊരു അവിഹിത ബന്ധം ഇവർ BC 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു. ആ അവിഹിത ബന്ധമാണ് ഇന്നും പിന്നെയും തുടരുന്നത്. അതാണ് ഈ ഗുജറാത്തികളൊക്കെ എല്ലാം വൈശ്യന്മാരും ബ്രാഹ്മണനും തമ്മിലുള്ള ബന്ധം BC 2-ാം നൂറ്റാണ്ട് മുതലേ ഉള്ളതാണ്. ക്ഷത്രിയ പിക്ചറിലില്ല. അതിനുശേഷം പിന്നെ ക്ഷത്രിയയിലെ ഇന്ത്യയിലില്ല. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ഇതില്ല. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ഷത്രിയൻ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ക്ഷത്രിയനില്ല. അവരെയൊക്കെ ഇവർ അനധികൃതരായിട്ട് പ്രഖ്യാപിക്കുകയും അവരെയൊക്കെ തരം താഴ്ത്തുകയും ചെയ്തു. ക്ഷത്രിയൻ എന്ന് പറഞ്ഞ ആവശ്യമേ ഇല്ല. ബ്രാഹ്മണൻ, വൈശ്യൻ, പേരിന് ക്ഷത്രിയൻ, പിന്നെ ശൂദ്രൻ, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ സബ് കോണ്ടിനെൻ്റ് പിന്നെ ക്ഷത്രികുല എന്നൊരു സമുദായം ഉണ്ടായിട്ടില്ല. ഭാരതത്തിന് തകർച്ചയുടെ ക്ഷത്രികുല അധികൃത വർഗമായി ഇവരെ ഡിക്ലെയർ ചെയ്തു. ഏതായാലും 34 വർഷത്തെ കിരാതഭരണം നടത്തി BC 151 പുഷ്യമിത്ര ശുംഗൻ മരണപ്പെട്ടു. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു വന്നത് അഗ്നിമിത്രൻ അത്ര ക്രൂരനൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഗ്രീക്ക് യവന രാജാവായ അന്റിയാസിഡാസ് ഇവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അങ്ങനെ ശുംഗ ഭരണം ഒരു വെസൽ ഭരണം അല്ലെങ്കിൽ ഒരു ഇവരുടെ കീഴിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഗ്രീക്കുകാരായിരുന്നു. അവരുടെ കീഴിൽ ഒരു സാമന്ത രാജ്യമായിട്ടാണ് പിന്നെ ഇവർ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അഗ്നിമിത്രനെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും അടുത്ത 70 വർഷം BC 75 വരെ ഗ്രീക്ക് ഭരണത്തിന് സാമന്ത രാജ്യമായിരുന്നു ആദ്യത്തെ ബ്രാഹ്മണ രാജവംശം ഭരണം നടത്തി അവസാനിപ്പിച്ചത്. അവർ ഭരണം നടത്തുകയായിരുന്നില്ല ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു? അവർ പകതീർക്കലായിരുന്നു നടത്തിക്കുന്നത്. ക്ഷത്രിയരോടും ബുദ്ധജനങ്ങളോടുള്ള പകതീർക്കലായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2-3 തലമുറകൾ അടിസ്ഥാന വർഗം ബ്രാഹ്മണ ഭരണത്തിൻ്റെ പീഡനങ്ങൾ അനുഭവിച്ചു അധികൃതമായി തീർന്നെങ്കിലും അതിനു ശേഷം ഉടൻ തന്നെ ശാകന്മാരും കുഷാന വംശവും വടക്കേന്ത്യ ഭരണം പിടിച്ചെടുത്തു. ശാകന്മാർ ബുദ്ധവംശമായിരുന്നു, കുഷാന്മാരും ബുദ്ധവിഷ്ടികളായിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ ശൂദ്രന്മാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ബുദ്ധരാജവംശങ്ങളായിരുന്നു ശാകന്മാർ, കുഷാനന്മാർ, കൻവ, ശതവാഹനാസ ഇവരെല്ലാം ബുദ്ധ രാജവംശങ്ങളായിരുന്നു. അങ്ങനെ ഒരു ഉയർന്നുനിൽപ്പ്. പിന്നെ അടുത്ത 400 വർഷം ഒരു കുഴപ്പമില്ലായിരുന്നു. അടുത്ത 400 വർഷം മുഴുവൻ പിന്നെ ബുദ്ധിസത്തിൻ്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. ആദ്യത്തെ കവി അശ്വഘോഷായിരുന്നു. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആദ്യത്തെ കവി അശ്വഘോഷായിരുന്നു. അത് ഈ കനിഷ്കൻ്റെ കാലത്തായിരുന്നു. പാലിഗ്രാമത്തിൽ രചിച്ച പാണിനി സംസ്കൃതത്തിനല്ല ഗ്രാമർ ഉണ്ടാക്കിയത്, പാലി ഭാഷയ്ക്കാണ്. പാലി ഭാഷയിൽ നിന്നാണ് സംസ്കൃതം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, ജനങ്ങൾക്ക് ഇത് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് പറയുന്നത് സംസ്കൃതത്തിന് പാണിനി ഗ്രാമർ ഉണ്ടാക്കിയത്. സംസ്കൃതം ഗ്രാമറൊന്നും ഉണ്ടാക്കിയില്ല, പാലി ഭാഷയ്ക്കാണ് ഗ്രാമർ ഉണ്ടാക്കിയത്. ഈ പാണിനി ജീവിച്ചിരുന്ന സമയത്ത് സംസ്കൃതം ഉണ്ടായിരുന്നു പോലുമില്ല. അതുപോലെ ആദ്യത്തെ കെമിസ്റ്റ് അത് നാഗാർജുനിയായിരുന്നു. അത് ശതവാഹനസൻ്റെ സമയത്തായിരുന്നു. അക്കാലത്ത് ബുദ്ധിസം ചൈനയിലും സെൻട്രൽ ഏഷ്യയിലും മുഴുവൻ വ്യാപിച്ചിരുന്നു. എംപറർ കനിഷ്ക 127, 150 സമയത്ത് കാലത്ത് 2-ാം നൂറ്റാണ്ടിലാണ് ബുദ്ധസന്യാസിമാർ ഒരു കഥ എഴുതി. ഈ കനിഷ്ക സമയത്താണ് കഥ എഴുതിയത്. ആ കഥ അതായത് രാഷ്ട്രീയ അധികാരം കൊണ്ട് ചണ്ടാലരെ വിദ്യയിൽ നിന്ന് എന്നേക്കും അകറ്റി നിർത്തിയാലും അവരുടെ ബൗദ്ധിക നിലവാരത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ലെന്നും അവസരം കിട്ടിയാൽ അവർ മറ്റേതൊരു വർഗത്തെക്കാളും എക്സലൻസി കാണിക്കാൻ കഴിവുള്ളവരാണെന്നും സമൂഹത്തെ അറിയിക്കാൻ വേണ്ടി ഒരു കഥ എഴുതിയത്. അവരെ മനുസ്മൃതി ഒക്കെ വന്ന് അവരെ അധികൃത വർഗമായി മാറ്റുകയൊക്കെ ചെയ്തു. അല്ലെങ്കിൽ അവരുടെ വിദ്യയിൽ നിന്ന് മാറ്റിയെങ്കിലും അവർക്ക് അവസരം കിട്ടിയാൽ അവരുടെ ബുദ്ധി വികാസം പ്രാപിക്കുന്നും അല്ലെങ്കിൽ അവർ മറ്റേതൊരു വർഗത്തെക്കാളും നല്ല എക്സലൻസി അവർ കാണിക്കുമെന്നും ഉള്ള ഒരു താക്കീത് അത് കാണിക്കാൻ വേണ്ടി ഒരു കഥ എഴുതി. ആ കഥ മനുഷ്യൻ്റെ ഭൗതിക നിലയും അവൻ്റെ ജാതിയുമായി യാതൊരു ബന്ധവുമില്ല, ഒരു അടിസ്ഥാന ബന്ധവുമില്ലെന്ന് പറയാനുള്ള ഒരു മൂല്യ കഥ അവരുണ്ടാക്കി. ആ കഥയുടെ പേരാണ് സിത്ത സംഭൂക. ഈ ജാതകകഥയിലെ 498 നമ്പർ കഥയാണത്, സിത്ത സംഭൂക. സിത്ത സംഭൂക എന്ന് പറഞ്ഞാൽ ഒരാളല്ല, 2 പേരാണ്.
ഒരാൾ സിദ്ധ, ഒരാൾ ശംഭൂക. അതാണ് ഈ ശംഭൂകൻ്റെ കഥ എന്ന് പറയുന്നത്. ആ കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ജീത വനപ്രദേശത്ത് ഒരിക്കൽ ഒരു പുരോഹിതനും അദ്ദേഹത്തിന് 25ഓളം ശിഷ്യരും താമസിച്ചിരുന്നു. അക്കൂട്ടത്തിൽ 2 ശിഷ്യന്മാർ, മഹായും കസപ്പയും, ഈ 2 പേര് ഒരുമിച്ച് ഊണ്, ഉറക്കം, കളി, ഭിക്ഷ, സംസാരം, പാകം ചെയ്യൽ എന്നിവ ഇവർ 2 പേരും, ബാക്കി 23 പേരും ഒരു ഗ്രൂപ്പ്. ഈ 2 പേരും മറ്റുള്ളവരധികം ഇടപെടുകാറില്ലായിരുന്നു. അവരുടെ കൂടെ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഈ 2 പേര് ഒരുമിച്ചാണ് ഉറങ്ങുന്നതും കുളിക്കുന്നതും തിന്നുന്നതും ഏത് വഴിക്ക് പോകുന്ന എല്ലാം ഇവന്മാർ 2 പേരും. അപ്പോൾ ഇവരുടെ 2 പേരുടെ ഈ ഈ ബന്ധം അല്ലെങ്കിൽ ഈ മഹാകസപ്പയുടെ ഈ കൂട്ടുകെട്ട് മറ്റുള്ള ശിഷ്യന്മാരൊക്കെ ഗുരുവിനോട് പറഞ്ഞു, ഇതുപോലെ ഈ 2 ഞങ്ങളുടെ കൂടെ 2 പേര്, അവന്മാർ 2 ഒരിക്കൽ ഭയങ്കര കൂട്ടുകെട്ടാണ്, ഞങ്ങളോട് അധികം സംസാരിക്കാറില്ല, ഇവർ തമ്മിലാണ് എപ്പോഴും സംസാരം, ഇവർ തമ്മിലാണ് ഒരുമിച്ച് പോക്ക്, ഒരുമിച്ച് കുളിക്കാൻ പോകും, ഒരുമിച്ച് കിടക്കും എന്നാണ് ഇതെല്ലാം. അപ്പോൾ ഗുരു അതിന് മറുപടിയായിട്ടൊരു കഥയാണ് പറഞ്ഞത്. ആ കഥ ഇങ്ങനെയാണ്. കഥയ്ക്കകത്ത് വീണ്ടും കഥ. രാജ അവന്തി ഉജ്ജയിൻ ഭരിച്ചിരുന്ന കാലത്ത് ഉജ്ജയിൻ നഗരത്തിന് വെളിയിൽ ഒരു കുടുംബത്തിൽ ചേട്ടത്തേക്കും അനുജത്തേക്കും ഓരോ ആൺകുട്ടികളുണ്ടായി. ചേട്ടത്തിയുടെ കുട്ടി സിദ്ധ, അനിയത്തിയുടെ കുട്ടി ശംഭൂക. ഈ 2 പേരും ആൺകുട്ടികളായിരുന്നു. ഒരേ പ്രായത്തിലുള്ള കസിൻസാണ് ഇവർ. അവർ വളർന്നു വലുതായപ്പോൾ കുലത്തൊഴിലായ ഒരു പ്രൊഫഷൻ, അതായത് ആർട്ട് ഓഫ് സ്വീപ്പിംഗ്, അന്ന് അതായിരുന്നു കുലത്തൊഴിൽ. അവർക്ക് അന്ന് ചണ്ടാളന്മാരില്ല, അതുകൊണ്ട് അവർക്ക് ആർട്ട് ഓഫ് സ്വീപ്പിംഗ്, തൂക്കുന്ന ജോലിയായിരുന്നു. അവർ വളർന്ന് വലുതായി ആർട്ട് ഓഫ് സ്വീപ്പിംഗ് അവർ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു ഇൻ്റർവ്യൂ വേണ്ടി പോവുക. അതായത് നഗര കവാടത്തിൻ്റെ അവിടെ പോയി തൂക്കുന്നത് അവർ കാണിക്കണം. അപ്പം നഗര കവാടത്തിൽ രാവിലെ നഗരത്തിലെ വീഥികളെല്ലാം തൂക്കാനായിട്ട് ധാരാളം തൂപ്പുകാരുണ്ട്. ആ തൂപ്പുകാർക്ക് നഗരത്തിൻ്റെ കവാടത്തിൽ നിന്ന് ശരിയായിട്ടുള്ള എല്ലാ റോഡുകളും, അതായത് ഒരു വലിയ കവാടത്തിൻ്റെ അവിടുന്ന് 4 വശത്തേക്കും 8 വശത്തേക്കും ഒക്കെ റോഡുകളാണ്. ആ റോഡുകളെല്ലാം ശരിക്കും തൂക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഈ നഗരത്തിന് ഈ തൂപ്പ് ജോലിയുടെ എല്ലാം മാനേജറായിട്ടുള്ള ആൾ ഇതിൻ്റെ മുകളിൽ ഒരു മേടയിൽ ഇങ്ങനെ ഇരിക്കും, ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് അവിടെ നോക്കും. അവിടെ ഇരുന്നാൽ കാണാം ഓരോ വഴിയും ഇവർ തൂത്ത് പോകുന്നതും തൂക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതാണ്. അപ്പം ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് ഇങ്ങനെ ഈ മേടയുടെ മുകളിൽ കയറി ഈ മാനേജർ ഇങ്ങനെ ഇരിക്കും. അതൊരു സ്ത്രീയായിരുന്നു, ഇവിടെ ഒരു സ്ത്രീയായിരുന്നു അത് മാനേജർ. ആ സ്ത്രീ അങ്ങനെ ഇരുന്ന് നോക്കും. ആ സ്ഥലത്താണ് ആ നഗര കവാടത്തിലേക്ക് ഈ സിദ്ധയും ശംഭുവിനും 2 ചൂലും പിടിച്ചിട്ട് വന്നത്. അങ്ങനെ ശൂലം പിടിച്ചുകൊണ്ട് അവർ വന്നു. അവരെ നഗരകവാട ഗേറ്റിനടുത്ത് അവരെ സ്കില്ല് പ്രദർശിപ്പിച്ചു. അങ്ങനെ സിദ്ധയുടെയും ശംഭുവിൻ്റെയും ആകർഷവും വെടുപ്പുമുള്ള സ്വീപ്പിംഗ് ആർട്ട് കണ്ട് അതിലെ പോയോ നഗരവാസികൾ യാത്രക്കാരെല്ലാം ഇങ്ങനെ നോക്കി നിന്നു. പെട്ടെന്ന് സിറ്റി ഗേറ്റിൽ ട്രാഫിക് പ്രോബ്ലം ഉണ്ടായി. അതായത് കുതിരവണ്ടിയും കാളവണ്ടിയൊക്കെ അങ്ങോട്ട് പോകുന്നു, നടക്കാനും അവർക്കാർക്കും പോകാൻ വയ്യ. അവരെല്ലാം ട്രാഫിക് ബ്ലോക്കായി അവിടെ. ആയപ്പോഴത്തേക്കും ഇവർ തൂക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. അത്ര ആ രീതിയിലാണ് ഇവർ തൂക്കുന്നത്. പല അഭ്യാസങ്ങളൊക്കെ കാണിച്ച് തൂക്കുന്നു. ഉടനെ ഈ മേടയുടെ മുകളിൽ നിൽക്കുന്ന സ്ത്രീ, അല്ലെങ്കിൽ ഈ നഗരത്തിലെ ഈ തൂപ്പ് ജോലിയുടെ മാനേജറായിട്ടുള്ള സ്ത്രീക്ക് ഈ ജനങ്ങളെ ഒന്ന് പിരിച്ചുവിടാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു, നഗരത്തിലൊരു റോഡിൽ ഒരു ഗളിയിൽ അവിടെ വലിയൊരു സത്രത്തിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആഹാരം കൊടുക്കുന്നുണ്ട്, എല്ലാവരും പോയി കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫ്രീ ആയിട്ട് ആഹാരം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഫ്രീ ആയിട്ട് ആഹാരം അവിടെ ഒരുക്കി വെച്ചിരുന്നു. ആ ആഹാരം കഴിക്കാണ്ട് എല്ലാവരും ഓടിപ്പോയി. അങ്ങനെയാണ് ട്രാഫിക് ബ്ലോക്ക് ക്ലിയർ ആയത്. അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പം ഇവർ നല്ലപോലെ തൂപ്പുകാരാണ്, നല്ല രീതിയിൽ തൂപ്പുണ്ട്, വൃത്തിയും വെടുപ്പുമുണ്ട്, നല്ല രീതിയിൽ വേഗതയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ ഈ ഇടയ്ക്കിടയ്ക്ക് അഭ്യാസം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇവർ ഓവർ ടാലൻറ്റഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ അവർ എക്സലൻ്റ് ആയതുകൊണ്ട് ഇവരെ ജോലിക്ക് വെച്ചാൽ അപ്പോൾ എന്നും ട്രാഫിക് കൺട്രോൾ ആയിരിക്കും. ആൾക്കാർ ഇവർ തൂക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ട് മാത്രം അവരെ ജോലിക്ക് വെച്ചില്ല. അതായത് അവർ തൂത്തുകൊണ്ട് നിന്നാൽ അവർ എന്നും പിന്നെ ട്രാഫിക് പ്രോബ്ലം ഉണ്ട്, ആൾക്കാർ നോക്കി നിൽക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവരെ ജോലിക്ക് വെച്ചില്ല. അവർ സ്ത്രീ അവർ നിങ്ങൾ ഓവർ എക്സ്പേർട്ടാണ് എല്ലാ കാര്യത്തിലും, അതുകൊണ്ട് നിങ്ങളെ ജോലിക്ക് വെച്ചാൽ ഇവിടെ ട്രാഫിക് പ്രോബ്ലം ഉണ്ടാകും, അതുകൊണ്ട് ജോലി വെക്കുന്നില്ലായിരുന്നു. ഇവർ നിരാശരായിട്ട് അവർ പറഞ്ഞ് എക്സ്ട്രാ ടാലൻ്റ് ആയതുകൊണ്ടാണ് ജോലിക്ക് വെക്കാത്തതെന്ന് കേട്ടെങ്കിലും ഇൻ്റർവ്യൂവിൻ്റെ ഫലം പറഞ്ഞ് നിരാശരായ സിദ്ധയും ശംഭുവും അവർ കുലത്തൊഴിലായ ശുചീകരണ തൊഴിൽ കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം, നമുക്കറിയാം, നമുക്ക് ബ്രാഹ്മണരായിട്ട് അഭിനയിച്ച് ഏതെങ്കിലും ഗുരുവിൻ്റെ അടുക്കൽ പോയി വേദം പഠിച്ച് പുരോഹിതരാകാൻ തീരുമാനിച്ചു. അതതിന് അടുത്ത വഴി. അങ്ങനെ അവർ പിന്നെ ആ വഴിക്കായി ശ്രമം. അങ്ങനെ അവരുടെ ഗ്രാമത്തിന് വെളിയിൽ കുറേ ദൂരെയുള്ള സ്ഥലത്ത് ബ്രാഹ്മണരുടെ വേഷം കെട്ടി അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവരൊരു ബ്രാഹ്മണരായി യുവാക്കളെ അഭിനയിച്ച് ഒരു ഗുരുവിൻ്റെ അടുക്കൽ പോയി അവരെ വേദം പഠിക്കാൻ പോയി. ഗുരുവിനൊന്നും യാതൊരു സംശയവും തോന്നിയില്ല. അവിടെ വേദപഠനം ആരംഭിച്ചു. കുറച്ചാൾ കഴിഞ്ഞു. ഈ സിദ്ധ എല്ലാത്തിലും എക്സലൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സിദ്ധയെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഈ ഗുരു മോണിറ്ററാക്കി. അവൻ മോണിറ്ററായി, ബാക്കിയുള്ളവരെല്ലാം അതിന് കീഴിലുള്ള സ്റ്റുഡൻസായി.
എല്ലാം കരുതുന്ന സിദ്ധിയായിരുന്നു ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഗുരു സിദ്ധിയെ പ്രഥമ ശിഷ്യനുമാക്കി, മോണിറ്ററാക്കി. മിക്കവാറും ഗ്രാമത്തിൽ പല വീടുകളിലും പൂജയും ബ്രാഹ്മണ അന്നദാനവും ദക്ഷിണയൊക്കെ കിട്ടും, മിക്കവാറും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെ ഗുരുവിൻ്റെ കൂടെയുള്ള സകല ശിഷ്യന്മാർക്കും ദക്ഷിണയും ഭക്ഷണമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഒരിക്കൽ സമ്പന്നനായ ഒരു ഗ്രാമവാസി തൻ്റെ വീട്ടിൽ ഒരു മംഗലകർമ്മത്തിന് ഗുരുവിനെയും ശിഷ്യന്മാരെയും നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു. അപ്പം എല്ലാവരും വരുമെന്ന് പറയുകയും ചെയ്തു പോകും. പക്ഷേ എല്ലാവരും പോകാൻ തയ്യാറായിരുന്നു. എന്നാൽ തലേന്ന് രാത്രി ഈ ചടങ്ങിന് തലേന്നത്തെ രാത്രിയിൽ ഒരു വലിയ ഭയങ്കര പേമാരിയും മഴ പെയ്തതുകൊണ്ട് ആ പ്രദേശം ആകെ ചെളിവെള്ളം നിറഞ്ഞു, മുഴുവൻ വെള്ളം നിറഞ്ഞിട്ട് ആ വെള്ളം പോയില്ല, എങ്ങോട്ട് ഒഴുകി പോയില്ല, അങ്ങനെ തന്നെ കിടന്നു. അതുകൊണ്ട് വഴി മുഴുവൻ വെള്ളക്കെട്ടായി. അതിൽ കൂടെ നടന്നു പോകുക ഗുരുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തിന് കാലിന് വല്ല അസുഖം എന്നൊക്കെ ഉണ്ടായിരിക്കും. അവിടെ ഗുരു പറഞ്ഞു, എനിക്ക് വെള്ളക്കെട്ടിനകത്തൂടെ പോയി നടന്നു പോയി അവരുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, അവിടെ ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഫംഗ്ഷനെല്ലാം കഴിയുമ്പോഴത്തേക്കും ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ പ്രൊണൗൺസ് ചെയ്യണം, ബ്ലെസ്സിങ്സ് പ്രൊണൗൺസ് ചെയ്യണം, അനുഗ്രഹിക്കണം, അപ്പോൾ ഇന്ന പോലെയൊക്കെ പറയണം, മന്ത്രങ്ങളൊക്കെ പറയണം. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ദക്ഷിണ കിട്ടും, നിങ്ങൾക്ക് നേരത്തെ തന്നെ ഒരു ആഹാരം തരും, നിങ്ങൾക്ക് ദക്ഷിണ കിട്ടും, എനിക്കും വല്ല ദക്ഷിണ തന്നാൽ അത് നിങ്ങൾ മേടിച്ചുകൊണ്ട് പോരണം എന്നൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഗുരുവിൻ്റെ കാൽ തൊട്ട് വന്നിച്ച് സിദ്ധയും ശംഭുവും മറ്റു ശിഷ്യന്മാരെല്ലാം ആ യാത്ര തിരിച്ചു. അവർ ഈ വെള്ളക്കെട്ടിലൂടെയൊക്കെ നടന്ന് ദേഹത്ത് കാലിലൊക്കെ അഴുക്കൊക്കെ പറ്റി അങ്ങനെ ഈ പറഞ്ഞ ഈ വീട്ടിലെത്തി. ഈ ചടങ്ങ് നടക്കുന്ന ഈ ഗ്രാമവാസിയുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അവിടെ ഈ മഴയൊക്കെ പെയ്തുള്ള അവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആഹാരം പാകം ചെയ്യുന്ന താമസം വന്നു. ഇവർ ചെന്ന സമയത്ത് അവർ ഈ ഖീർ അല്ലെ പായസം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ പായസം ഉണ്ടാക്കുന്നത് അത് പായസം ആയില്ല. അപ്പോൾ ബ്രാഹ്മണരൊക്കെ എത്തി, ആരോ പറഞ്ഞു ബ്രാഹ്മണരൊക്കെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അയ്യോ പായസം ആയില്ല, അത് അവർ ഭയങ്കര ധൃതിയിലെല്ലാം ഉണ്ടാക്കുമായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഗ്രഹനാഥൻ ഏതായാലും അവരെ സ്വീകരിച്ചു. ആദ്യം തന്നെ ഈ ചെളിവെള്ളത്തേക്കൂടെ നടന്നു വന്നില്ല, അവർ കുളിക്കാനുള്ള സൗകര്യമൊക്കെ കാണിച്ചു കൊടുത്തു. അവരെല്ലാം കുളിച്ചിട്ട് വന്നു, പുതിയ മുണ്ടും ഒക്കെ കൊടുത്തു. അവിടെ കുളിച്ചിട്ട് വന്ന് അവർ ഇരുന്നപ്പോൾ തന്നെ അവരെ ഈ പായസം അപ്പോഴത്തേക്ക് ശരിയായി. അതാണ് ആദ്യം കൊണ്ട് കൊടുത്തത്. ആ പായസം അവിടെ കൊണ്ട് കൊടുത്തു. പിന്നെ അത് പോറേഞ്ച്, അതായത് നമ്മൾ കോഴിക്കോട്ട് ഉണ്ടാക്കുന്ന പോലെ ഈ റവ പോലെ ഏതാണ് സാധനം, അതിൽ നിന്ന് ബോൾസ് ഇങ്ങനെ ചെറിയ കോഴിക്കോട്ട ബോൾസ് ഉണ്ടാക്കി അതിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം പായസമാണ്. അപ്പോഴത്തേക്കും അതിൻ്റെ ആ വെള്ളം കുടിക്കാം, ഈ റൈസ് ബോൾ അതും എടുത്ത് തിന്നാം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ കുളി കഴിഞ്ഞ് വന്നിരുന്ന ബ്രാഹ്മണ മുന്നിൽ ആദ്യം ഈ ചൂട് പായസം എന്ന് പറഞ്ഞാൽ അടുപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പായസം അങ്ങനെ എടുത്തു. അപ്പം ഈ ചൂട് പായസത്തിനകത്ത് കിടന്ന് ഈ റൈസ് ബോൾ ഭയങ്കര ചൂടായിരിക്കും, കാരണം അതിൻ്റെ ചൂട് അത്ര പെട്ടെന്നൊന്നും പോകത്തില്ലല്ലോ. ഈ പായസം കൊണ്ട് വെച്ച് ഉടനെ തന്നെ ഈ ശംഭുവം പെട്ടെന്ന് തന്നെ അതിനൊക്കെ ഒരു റൈസ് ബോൾ എടുത്ത് വായിട്ട് ചൂടുകൊണ്ട് വാ പൊള്ളിപ്പോയപ്പോഴത്തേക്കും റൈസ് ബോൾ അത് ഇറക്കാനും വയ്യ, അതിൻ്റെ സ്വാദ് ടേസ്റ്റാണ് നല്ല ഇതാണ്, അതുകൊണ്ട് അത് ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാത്ത അവസ്ഥയിലായി, ഇവിടെ എല്ലാം പൊള്ളിപ്പോയി. ഉടനെ ശംഭുവും വല്ലാത്തൊരു ശബ്ദത്തോടെ സിദ്ധയെ ഇങ്ങനെ നോക്കി പറഞ്ഞു ഹോട്ട് എയിൻഡ് ഇറ്റ്, ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ധ പറഞ്ഞു സ്പിറ്റ് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് ഈ ചണ്ടാളന്മാരുടെ കൊളോക്കൽ ലാംഗ്വേജിലാണ്, അവർ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഡയലക്റ്റ്, അതിലാണ് ഇവർ പറഞ്ഞത്. ഇത് മറ്റുള്ള ബ്രാഹ്മണന്മാർ ഈ ശിഷ്യന്മാർക്ക് ആർക്കും ഇത് മനസ്സിലായില്ല, ഇവരെന്തീ പറയുന്നത്. ഒരുത്തൻ ഏതാണ്ട് പറയുന്ന ഇതാണ് ഭയങ്കര ചൂടാണ്, അതിൻ്റെ വാ പുള്ളിപ്പോയി എന്നാണ് പറയുന്നത്. മറ്റവൻ പറഞ്ഞു എന്നാൽ നീ വേഗം തുപ്പിക്കള എന്നാണ് പറയുന്നത്. ഇതേ ഉള്ളൂ മീനിങ്. പക്ഷേ ഇത് ചണ്ടാല ഡയലക്റ്റിലാണ് ഇവർ പറയുന്നത്, അതുകൊണ്ട് മറ്റുള്ള ബ്രാഹ്മണന്മാർക്ക് ഇത് മനസ്സിലായില്ല ഇവരെന്തായി പറയുന്നതെന്ന്. ഇവർ അത് കഴിഞ്ഞു, ഈ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞു, അവിടുത്തെ ഇത് കഴിഞ്ഞു. നമ്മുടെ സിദ്ധ അവരെ ബ്ലെസ്സിങ് പ്രൊണൗൺസ് ഒക്കെ ചെയ്തു. എല്ലാവർക്കും ദക്ഷിണ കിട്ടി, ഗുരുവിനുള്ളത് കൊടുത്തയച്ചു. അവരതുകൊണ്ട് വന്നു ഗുരുവിന് കൊടുത്തു. അപ്പോൾ എന്തായാലും ആ ദിവസത്തിന് ശേഷം ഈ മറ്റ് ബ്രാഹ്മണ യുവാക്കൾ ഇവർ രണ്ടുപേരും ഭയങ്കര സംശയത്തോട് നോക്കി. ഇവരെന്ത് ഭാഷയാണ് പറയുന്നത്, ഒരിക്കലും ബ്രാഹ്മണർ ഉപയോഗിക്കുന്ന ഭാഷയല്ല ഇവർ പറയുന്നത്. അപ്പോൾ പിന്നെ ഇവരെന്തുവാ, അന്നോട്ട് ഇവരെ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ പറഞ്ഞ ഈ വാക്കുകൾ അവരെ അന്വേഷിച്ചു. അന്നോട്ട് ഇവർ അന്വേഷിക്കുക ഇത് എന്ത് ഭാഷയാണ്, ഏത് ഭാഷയാണ്, ആരുപയോഗിക്കുന്ന ഭാഷയാണെന്ന്. അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ കണ്ടുപിടിച്ചു ഇത് ചണ്ടാളന്മാർ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇവരവിടെ ഉപയോഗിച്ചത്. അപ്പോൾ പറഞ്ഞ് മനസ്സിലായി ഇവർ ബ്രാഹ്മണരല്ല, ഇവർ ബ്രാഹ്മണ വേഷം കിട്ടുമെന്ന് ചണ്ടാളന്മാരാണ് ഗുരുവിൻ്റെ അടുത്ത് വേദം പഠിക്കാൻ വന്നത് മനസ്സിലായി. അന്ന് ഗുരുവിനോട് ഈ കാര്യം പറഞ്ഞില്ല, പറയാതെ തന്നെ അവരന്ന് ഒരുമിച്ച് കുളിക്കാൻ പോയ സമയത്ത് ഇവരെ ഈ രണ്ടുപേരെ വഴിയെ നിർത്തി ചോദ്യം ചെയ്തു, അടിച്ചു. അങ്ങനെ ഈ 10-20 പേരുടെ അടി കൊണ്ട് ഇവർ അവശരായി. അപ്പോഴത്തേക്കൊരു നിങ്ങൾ ഔട്ട്കാസ്റ്റുകളാണ്, ബ്രാഹ്മണരെ അഭിനയിച്ച ഗുരുവിനെയും ഞങ്ങളെയും വഞ്ചിച്ച് വേദം പഠിക്കാൻ വന്നതാണല്ലേ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഈ സിദ്ധയെയും ശംഭുവിനെയും പിടിച്ച് അടിച്ച് അവശരായി. ആ സമയത്ത് അതിൽ
ഒരു മനുഷ്യൻ അതിലെ വന്നു, ഒരു നല്ല മനുഷ്യൻ അതിലെ വന്ന് ഇവരെ അടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കുന്നു പറഞ്ഞത് അതിൽ ഇവരെ രക്ഷപ്പെടുത്തി വിട്ടു. അങ്ങനെ ആ മനുഷ്യൻ വന്നുകൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ടു കിട്ടി, അല്ലെങ്കിൽ ബ്രാഹ്മണ യുവാക്കൾ ഇവരെ തല്ലി കൊന്നേനെ. ഏതായാലും അവിടുന്ന് അവർ ഓടിപ്പോയി. അപ്പോഴത്തേക്കും ഇവരെ ബ്രാഹ്മണ യുവാക്കളോടെല്ലാം പറഞ്ഞതുപോലെ രണ്ട് ശൂദ്രന്മാർ, 2 ചണ്ടാളന്മാർ ഇതുപോലെ ബ്രാഹ്മണ വേഷം കെട്ടി ഞങ്ങളുടെ അടുത്ത്, ഗുരുവിൻ്റെ അടുത്ത് വേദം പഠിക്കാൻ വന്നു. അവർ പഠിക്കാനൊക്കെ എടുക്കാറ്, പക്ഷേ അവർ ബ്രാഹ്മണരൊന്നും അല്ലായിരുന്നു. അത് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തു, അവന്മാർ തല്ലി അവരെ ഓടിച്ചു വിട്ടുന്നു. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം എല്ലായിടത്തും പാട്ടായി. അപ്പോൾ പിന്നെ ആ ഗ്രാമത്തിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അവരെന്ത് ചെയ്തു, അവർ വേറൊരു ഗ്രാമത്തിൽ പോയി അലവിടും. അപ്പോൾ അവിടെ ഈ വാർത്തെത്തി. അപ്പോൾ അവരുമായിട്ടുള്ള ആൾക്കാർ ഇവരെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. 2 പേരും ഇവരുടെ ആകൃതി, ഇവരുടെ അപ്പിയറൻസ് ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെയുള്ള ആൾക്കാരും ഇവന്മാരായിരിക്കും ചിലപ്പോൾ ആ ബ്രാഹ്മണൻ്റെ വേഷം കെട്ടി വേദം പിടിക്കാൻ പോയതൊക്കെ അവർ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ അവിടെയും രക്ഷയില്ല. എന്നാൽ ഇനി രക്ഷയില്ല, എന്ത് ചെയ്യും? അവർ പിന്നെ അവിടെ അടുത്ത് കണ്ടൊരു കാട്ടിലൂടെ കയറി. കാട്ടിൽ കയറി കുറച്ച് ദിവസം കാട്ടിലേക്ക് താമസിച്ചു. കാട്ടിലെ കായ്കനികളൊക്കെ ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കാട്ടിലെ ക്ലൈമറ്റ്, അവിടുത്തെ മറ്റ് അസുഖങ്ങൾ, മലമ്പനി പോലുള്ള അസുഖങ്ങളും പിന്നെ ആഹാരം ശരിയല്ല. അങ്ങനെ അവർ മലമ്പനിയൊക്കെ പിടിച്ചു. ആ കാട്ടിൽ തന്നെ 2 പേരും മരിക്കുക ചെയ്തു. ഭക്ഷണവും കിടക്കാൻ ഇടമില്ല, മലമ്പനി പിടിച്ചു, ഭക്ഷണമില്ല, അങ്ങനെ പല അസുഖവും അവർ അവിടെ മരണപ്പെട്ടു പോയി. സിത്ത സംഭവ അങ്ങനെ കാട്ടിൽ വെച്ച് മരിച്ചുപോയി. കുറച്ച് അധികം താമസിയാതെ തന്നെ നീരാഞ്ജന നദിയുടെ തീരത്ത് അവർ 2 പെൺമുയൽ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചു. ഒരുമിച്ച് ആഹാരം തേടുന്നു, ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു, 2 ഒരുമിച്ച്. അങ്ങനെ ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് വളർന്ന് വലുതായതുകൊണ്ടും അവർ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നത്. അങ്ങനെ ഇത് കണ്ട് ഒരു വേടൻ ഒരൊറ്റ ജാവലും കൊണ്ട് എറിഞ്ഞ് ഒരേയും കൊന്നു. എന്നിട്ട് അവർ ഇറച്ചി വെച്ച് തിന്നാനായിട്ട് എടുത്തുകൊണ്ടുപോയി. ഒരൊറ്റ ജാവലിൽ 2 പേരും തീർത്തു. 3 അടുത്തതായി അവർ നർമ്മദ നദിയുടെ തീരത്ത് 2 പരുന്തുകളുടെ രൂപത്തിൽ ജനിച്ചു. അപ്പം പറക്കുന്നതും ഹണ്ടി ചെയ്യുന്നതും തിന്നുന്നതും കളിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ഈ പരുന്തുകൾ 2 ഒരുമിച്ചാണ്. ഒരു പക്ഷിപിടുത്തക്കാരൻ ഇരുവരെയും കെണിവെച്ച് പിടിച്ച് ആഹാരത്തിനായിട്ട് കൊണ്ടുപോയി. ഉടനെ തന്നെ അതും അങ്ങനെയും തീർന്നു. ആ ജന്മവും തീർന്നു. അടുത്ത 4ാമത്തെ ജന്മം കോസാംബിയിലെ ആർമി പ്രസിഡൻ്റെ മകനായ സിത്തയും ഉത്തര പാഞ്ചാലത്തിലെ രാജാവിൻ്റെ മകനായ ശംഭുവിനും ജന്മം കൊടുത്തു. മനുഷ്യനായിട്ട് തന്നെ. ഇതിനുശേഷം മനുഷ്യനായിട്ട് ജന്മം കൊടുത്തു. അപ്പം കോസാംബിയിലെ ആർമി പ്രസിഡൻ്റെ മകനായ സിത്തയും ഉത്തര പാഞ്ചാലത്തിലെ രാജാവിൻ്റെ മകനായ ശംഭുവിനും ജന്മം കൊടുത്തു. ചെറുപ്പം മുതലേ ആത്മീയ വിഷയങ്ങൾ പഠിച്ചു തുടങ്ങിയ സിത്ത യുവാവായപ്പോൾ എല്ലാവരെല്ലാം അംഗീകരിക്കപ്പെടുന്ന ഒരു ആചാര്യനാവുകയും ദൂരെ ഹിമാലയത്തിലെത്തി ആശ്രമം സ്ഥാപിച്ച് ധാരാളം പേരെ പഠിപ്പിച്ച് അങ്ങനെ ജീവിതം നയിക്കുകയാണ് സിത്ത. ശംഭുവനാകട്ടെ ഇതിനോട് യുദ്ധത്തിലും ഭരണകാര്യങ്ങളും നൈപുണ്യം നേടി ഉത്തര പാഞ്ചാലത്തിലെ രാജാവായി. അങ്ങനെ ശംഭുവിൻ്റെ കിരീടധാരണ സമയത്ത് അങ്ങനെ ശംഭുവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഭരണം ഏറ്റെടുത്തപ്പോൾ അങ്ങനെ ശംഭുവിൻ്റെ കിരീടധാരണ സമയത്ത് ഈ സിത്തയ്ക്ക് പാസ്റ്റ് ലൈഫെല്ലാം നന്നായിട്ട് അറിയാം. സിത്ത ആദ്യമാരായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ എന്ത് ജന്മം എടുത്തു, അതിനുശേഷം എന്ത് ജന്മം എടുത്തു, മൊയിലിൻ്റെ ജന്മം, പരുന്തിൻ്റെ ജന്മം, ഇതെല്ലാം സിത്തയ്ക്ക് നല്ല പാസ്റ്റ് ലൈഫെല്ലാം നല്ല ഓർമ്മയുണ്ട്. എന്നാൽ ശംഭുവിന് അത് അത്ര നല്ല ഓർമ്മയില്ല, കുറച്ചൊക്കെ ഓർമ്മയുള്ളൂ, എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ല, പലതും മറന്നുപോയി. അപ്പോൾ ശംഭുവിൻ്റെ ഈ കിരീടധാരണ സമയത്ത് അദ്ദേഹം തൻ്റെ പാസ്റ്റ് ലൈഫിനെക്കുറിച്ച് ചില ശ്ലോകങ്ങൾ ചൊല്ലി. അന്ന് അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ മുമ്പിൽ ഈ ശ്ലോകങ്ങൾ ചൊല്ലി. ആ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കേട്ടിരുന്നു. അദ്ദേഹം എന്നാൽ അത് മുഴുമിക്കാനായില്ല. തൻ്റെ പാസ്റ്റ് ലൈഫിലെ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് ആ ശ്ലോകങ്ങൾ മുഴുവൻ മുഴുവിക്കാനായില്ല. അതുകൊണ്ട് അദ്ദേഹം ആ അവസാനം ചൊല്ലിയ ഭാഗം അത് വീണ്ടും ഇങ്ങനെ അങ്ങ് ചൊല്ലപ്പോഴത്തേക്ക് ഇത് കേട്ട് ആ രാജ്യത്തുള്ള ജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഈ കിരീടധാരണ സമയത്ത് അവിടെ സംബന്ധിക്കാൻ എത്തിയ ജനങ്ങൾ എല്ലാവർക്കും ആ ജനങ്ങൾ ഇത് കേട്ടിട്ട് അവർക്ക് വിഷമം തോന്നി. രാജാവ് എന്തുകൊണ്ടാണെങ്കിൽ ഇത് തന്നെ പറയുന്നത്, അതിന് മുന്നോട്ട് എന്താ പോകാത്തത്, മുന്നോട്ട് അദ്ദേഹത്തിന് ഓർമ്മയില്ല, കിട്ടുന്നില്ല. അതുകൊണ്ട് രാജാവ് അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാജാവ് അവസാനം പറഞ്ഞ ആ വാചകം പിന്നെ ആ നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് നമ്മൾ സല്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ പോലെ, വന്ദനം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ജനങ്ങളും പിന്നെ ഈ രാജാവ് പറഞ്ഞ ഈ അവസാനത്തെ ഈ വാചകം പിന്നെ പറഞ്ഞു സല്യൂട്ടേഷൻ ചെയ്യും. ഒരാൾ മറ്റൊരാളെ സല്യൂട്ടേഷൻ ചെയ്യാണ്ടിത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ പോലെ ഇതാണ് പിന്നെ പറയുന്നത്. അത് ആ രാജ്യത്തെ എന്താണെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം. എന്നാൽ ബാക്കി ശ്ലോകങ്ങളും അതിൻ്റെ പിന്നിലെ ശ്ലോകങ്ങളൊന്നും അവർക്ക് ഇല്ല. ഈ അവസാനം പറഞ്ഞത് അറിയാം. അത് അവിടെ ഒരു സല്യൂട്ടേഷൻ സെൻറ്റൻസായി മാറി. അങ്ങനെ ആ കാലം അങ്ങനെ പോവുകയാണ്. പാസ്റ്റ് ലൈഫിനെക്കുറിച്ചുള്ള ഓർമ്മക്കുറവുകൊണ്ട് മുൻപിക്കാൻ പറ്റാത്ത ആ ശ്ലോകം രാജാവ് പലതവണ ആവർത്തിച്ചെങ്കിലും ആ ശംഭുവിൻ്റെ സ്നേഹനിധിയായ ജനങ്ങൾ ആ ശ്ലോകം ഇങ്ങനെ ഏറ്റു പറഞ്ഞു. പിന്നീട് ആ ശ്ലോകം ആ രാജ്യത്തെ ഉത്തര പാഞ്ചാലത്തിലെ സംബോധനാപദങ്ങളായിട്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്തത്.
കാലം കുറേ കടന്നുപോയി. സിദ്ധയ്ക്ക് തൻ്റെ ആത്മപുത്രരെയും കസിനുമായ ശംഭുവിനെ കാണാൻ ആഗ്രഹമുണ്ടായി. അപ്പോൾ ഈ ശംഭുവിനെ എങ്ങനെയും കാണണമെന്ന് തോന്നി. എത്രയോ നാളെ അവനെ കണ്ടിട്ട്. അങ്ങനെ പലരോട് ചോദിച്ചും അറിഞ്ഞും അദ്ദേഹം ഉത്തരപാഞ്ചാലത്തിലെത്തി. ഈ ഉത്തരപാഞ്ചാലത്തിലെ രാജാവാണ് ശംഭുവൻ എന്ന് പറഞ്ഞു. ഉത്തരപാഞ്ചാലത്തിലെത്തി. അവിടെ ചെന്ന് നേരെ കൊട്ടാരത്തിലേക്ക് പോയില്ല. പിന്നെയോ അപ്പോൾ അവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് പുള്ളിക്ക് സംശയം ഉണ്ടായി. ഇത് തന്നെ കണ്ട ശംഭുവൻ തിരിച്ചറിയുമോ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ? അങ്ങനെ പാഷ്ലേഹ് പറഞ്ഞാൽ വിശ്വസിക്കും. ആകെ വിഷമിച്ചൊരു സിദ്ധ ഒരു പാർക്കിലിരുന്നു. പാർക്കിലിരുന്നപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പയ്യൻ, കുറച്ചകലെ ആ പാർക്കിൽ തന്നെ ഒരു പയ്യൻ പാർക്കിലെ മരത്തിൻ്റെ ഉണങ്ങിയ ശേഖരങ്ങളൊക്കെ ഒടിച്ച് വിറകിന് വേണ്ടി വിറക് ശേഖരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പാടുന്ന ഒരു ശ്ലോകം ഈ നമ്മുടെ സിദ്ധ ശ്രദ്ധിച്ചു. എന്നാൽ ആ ശ്ലോകം മുഴുമിക്കുന്നില്ല. ആ ശ്ലോകം ഇടയ്ക്ക് വെച്ച് മുറിച്ചിങ്ങനെ പറഞ്ഞു. ആ ശ്ലോകം ശ്രദ്ധിച്ചപ്പോഴത്തേക്കും സിദ്ധയ്ക്ക് തോന്നി, ഇതാരാണ് ഈ ശ്ലോകം പറഞ്ഞത്? അത് സിദ്ധയുടെയും ശംഭുവിൻ്റെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ശ്ലോകമായിരുന്നു പറഞ്ഞത്. അപ്പം ഉടനെ തന്നെ ഈ സിദ്ധ ആ പയ്യനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇത് എവിടുന്നാണ് ഈ പാടുന്നത്, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പയ്യൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ രാജാവ് അദ്ദേഹത്തിൻ്റെ കിരീടധാരണ സമയത്ത് പാടിയതാണ്. പക്ഷേ അദ്ദേഹത്തെ മുഴുമിക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് ഓർമ്മയില്ല, അതുകൊണ്ട് ഇത്രയും വരെ പാടിയുള്ളൂ, ഇതിന് ശേഷം അദ്ദേഹത്തിന് അറിയത്തില്ല, ഞങ്ങളും ഇപ്പോൾ ഇതും പാടിക്കൊണ്ട് നടക്കുമെന്നങ്ങനെ പറഞ്ഞു. ഉടനെ സിദ്ധ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ ബാക്കി ഞാൻ നിന്നെ പഠിപ്പിക്കാം. നീ കൊട്ടാരത്തിലെത്തി ബാക്കി രാജാവിനെ പാടിക്കെടുത്ത് രാജാവ് നിനക്ക് ധാരാളം സമ്മാനങ്ങൾ തരുമെന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ പാടിയതിൻ്റെ ബാക്കി സിദ്ധ അവനെ പഠിപ്പിച്ചു. അവനെല്ലാം നല്ലപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ അവൻ അതുവരെ പെറുക്കിയ വിറകെല്ലാം കൂട്ടിക്കെട്ടി അവൻ നേരെ വീട്ടിലേക്ക് ഓടിപ്പോയി. വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, നമുക്ക് രാജാവിനെ പോയി കാണണം, രാജാവ് നമുക്ക് ധാരാളം സമ്മാനം തരും, എനിക്ക് പല കാര്യങ്ങളും അറിയാം, രാജാവിൻ്റെ പാഷ്ലേഹിനെക്കുറിച്ചുള്ള ശ്ലോകങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ പുതിയ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നേരെ കൊട്ടാരത്തിലെത്തി രാജാവിനെ കാണുമെന്ന് അറിയിച്ചു. അങ്ങനെ രാജാവ് അകത്തേക്ക് വിളിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കും സിദ്ധ ചൊല്ലിയ ഈ പയ്യൻ പറഞ്ഞു, രാജാവിനെ മറന്നുപോയ പദ്യങ്ങൾ വരച്ചെല്ലാമെങ്കിൽ അതിൻ്റെ ബാക്കി ഞാൻ പാടാം, ഒരാളെന്നെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ശരി, രാജാവിനെ അറിയാവുന്ന അത്രയും ശ്ലോകം ചൊല്ലി. അതിൻ്റെ ബാക്കി ഇവൻ ചൊല്ലി. ഇത് ചൊല്ലിയപ്പോഴത്തേക്കും രാജാവ് അത്ഭുതപരതന്ത്രമായി. രാജാവ് ചോദിച്ചത് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ആരും നിന്നെ പഠിപ്പിച്ച്? അവൻ പറഞ്ഞു, പാർക്കിലിരുന്ന ഒരു യോഗിയാണ്, ഒരു മഹർഷിയാണ്, ഒരു മനുഷ്യനാണ് ഇതെല്ലാം എന്നെ ചൊല്ലി പഠിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പം ഈ ശംഭുവിന് മനസ്സിലായി, സിദ്ധയ്ക്കല്ലാതെ ഇത് വേറെ ആർക്കും ഇത് അറിയില്ല, അങ്ങനെയാണെങ്കിൽ അത് സിദ്ധ തന്നെയായിരിക്കും, എങ്കിലും ആ ആൾ എവിടെയുണ്ട് എന്ന് പറഞ്ഞു. വേഗം അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണപ്പല്ലക്ക് അയച്ചു. ഉടനെ സ്വർണ്ണപ്പല്ലക്കാർ പാർക്കിൽ പോയപ്പോൾ സിദ്ധ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് സിദ്ധയും പിടിച്ചുകൊണ്ട് സ്വർണ്ണപ്പല്ലക്കിൽ കയറ്റി അവർ ഇവിടെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൽ പോയി രാജാവിന് മുമ്പിലെത്തിയപ്പോഴത്തേക്കും അവിടെ തന്നെ സ്വർണ്ണത്തേര് വന്നപ്പോഴത്തേക്കും സ്വർണ്ണത്തേര് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സ്വീകരിക്കാൻ പരിവാരങ്ങൾക്കൊപ്പം നിൽക്കാൻ രാജാവ് ശംഭുവിനെ കണ്ടിട്ട് സിദ്ധ അതിശയിച്ചു പോയി. പ്രായമായെങ്കിലും കളിക്കൂട്ടുകാരെ പോലെ സിദ്ധയും ശംഭുവിനും വളരെ നാൾ കൊട്ടാരത്തിൽ ഒരുമിച്ച് കഴിഞ്ഞു. അങ്ങനെ തനിക്ക് ഹിമാലയത്തിൽ ഉത്തരവാദിത്തം ജീവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹിമാലയത്തിലേക്ക് പോകാൻ സമയമായി എന്ന് സിദ്ധ പറഞ്ഞപ്പോൾ ശംഭുവും പറഞ്ഞത് ഇങ്ങനെയാണ്, ഉത്തരപാഞ്ചാല രാജ്യം നമുക്ക് രണ്ടായി പകുത്തിട്ട് രണ്ടുപേരും രാജാവായി രണ്ട് രാജ്യങ്ങളിലെ പ്രതികളെ സേവിക്കാം, പകുതി രാജ്യം നിങ്ങൾ ഭരിക്കുക, പകുതി രാജ്യം ഞാൻ ഭരിക്കാം, അങ്ങനെ പറഞ്ഞു. സിദ്ധ പറഞ്ഞു, വേണ്ട, രാജ്യവും സമ്പത്തും പ്രജയുമല്ല എനിക്ക് വേണ്ടത്, ശിശുസമ്പത്താണ്, ജ്ഞാനമാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. ഇത് കേട്ട് ശംഭുവൻ തൻ്റെ മൂത്ത മകനെ വിളിച്ചു. മൂത്ത മകനെ വിളിച്ച് അവൻ്റെ രാജ്യം കൊടുത്തു, രാജ്യം അല്ലെങ്കിൽ ചെങ്കോൽ അവന് കൊടുത്തു. രാജ്യം ഇനി നീ ഭരിക്കാൻ, നീയാണ് രാജാവ്, ഞാൻ സിദ്ധയുടെ കൂടെ ഹിമാലയത്തിലേക്ക് പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ മകനെ രാജാവെ വാഴിച്ചിട്ട് ശംഭുവിനും കൂടെ സിദ്ധയുടെ കൂടെ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. അവിടെ ഇരുവരും ഒരുമിച്ച് താമസിച്ച് ധാരാളം പേരെ പഠിപ്പിച്ച് വളരെ ശിഷ്യസമ്പത്തോടെ സന്തോഷം ഇങ്ങനെ ജീവിച്ചു. അപ്പം ജീവനത്തിലെ ഗുരു ഈ കഥ തൻ്റെ ശിഷ്യരോട് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടി ചേർന്നു, നിങ്ങളുടെ കൂടെയുള്ള ഈ മഹാ ആണ് സിദ്ധ, ഈ കസപ്പയായിട്ട് അതുകൊണ്ടാണ് ശംഭുവ, അവർ വീണ്ടും ഇവിടെയുണ്ട്, അവരാണ് ആ സിദ്ധ സംഭവന്മാരാണ് ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ഈ മഹായും കസപ്പയെന്ന് ഈ ഗുരു ഈ ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മോറൽ ഇതാണ്, ഒള്ളി ബ്രാഹ്മണൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിസ്ഡം എന്ന ബ്രാഹ്മണിക്കൽ ആശയത്തെ കളിയാക്കാനാണ്, അർത്ഥശൂന്യമാണെന്ന് പറയാനാണ് ഈ കഥ ഉണ്ടാക്കിയത്, സിദ്ധ സമൂഹം എന്ന് പറഞ്ഞ കഥ ഉണ്ടാക്കിയത്. അപ്പോൾ ഫോർ ബ്രാഹ്മണൻ വിസ്ഡം ഈസ് മോശം, ബ്രാഹ്മണന് വിസ്ഡം എന്ന് പറയുന്നത് മോശത്തിന് വേണ്ടിയാണ്. ഫോർ ചണ്ടാല വിസ്ഡം ഈസ് ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ചണ്ടാളന്മാർക്ക് വിദ്യ എന്ന് പറയുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്, ബ്രാഹ്മണർക്ക് വിദ്യ അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത് മോശത്തിന് വേണ്ടിയാണ്. പിന്നെ ബ്രാഹ്മണ രാജവംശങ്ങൾ ഭരിക്കുമ്പോൾ വിജ്ഞാനത്തിന് അധോഗതി ഉണ്ടാകുന്നതും ബുദ്ധരാജവംശങ്ങൾ ഭരിക്കുമ്പോൾ വിജ്ഞാനത്തിന് പുരോഗതി ഉണ്ടാകുന്നതുമാണ് പുനർജന്മം എന്ന ആശയത്തെ കളിയാക്കി അവതരിപ്പിച്ചിരുന്നത്. ഇതിനകത്ത് പുനർജന്മത്തെ കാണിക്കുന്നുണ്ട്, പരുന്താകുന്നു, മുയലാകുന്നു, മനുഷ്യനാകുന്നു, ഇത് അതായത് അത് കാണിക്കുന്ന ഇതാണ്,
അതാണ് എന്നൊക്കെ ബ്രാഹ്മണർ ഇന്ത്യയിലെ ഭരണപ്രദേശങ്ങളിലെ എന്നൊക്കെ ബ്രാഹ്മണ രാജവംശങ്ങൾ ഭരിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഈ വിദ്യയ്ക്ക് അധോഗതി അല്ലെ വിദ്യാഭ്യാസത്തിന് അധോഗതിയേ ഉണ്ടായിട്ടുള്ളൂ, ഒരിക്കലും പുരോഗതി ഉണ്ടായിട്ടില്ല. എന്നൊക്കെ ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധ രാജവംശങ്ങൾ ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ ഇവിടെ വിദ്യയ്ക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 70-100 യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ വിദ്യാകേന്ദ്രങ്ങളും ലേണിംഗ് സെൻറ്ററുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഈ കഥ അവർ എഴുതിയത്. അപ്പോൾ രാമായണത്തിൽ ഈ കഥ എങ്ങനെ വന്നു? രാമായണത്തിൽ ഈ കഥ അവതരിപ്പിച്ചത് അപ്പോൾ അതിന് ബദലായിട്ടാണ് രാമായണത്തിൽ അതേ ശംഭുവിനെ എടുത്ത് രാമായണത്തിൽ അവർ അവതരിപ്പിച്ചത്. അതിനു വേണ്ടിയാണ്. പണ്ട് ഗൗതമൻ എന്നൊരു യുവാവ് തപസ് ചെയ്ത് ജ്ഞാനം നേടിയത് കൊണ്ടാണ് ഈ മഹാരാജ്യത്ത് നീണ്ട 1800 വർഷം ബ്രാഹ്മണമതത്തിൽ നിലം തൊടാനാവാതെ പോയത്. BC 600 മുതൽ AD 1200 വരെ, പാലഡേനഷ്യയുടെ കാലം വരെ. അപ്പോൾ 1800 വർഷം ബ്രാഹ്മണമതത്തിന് ഇവിടെ നിലം തൊടാനാവാതെ പോയി. ഇത് കാരണം എന്തുകൊണ്ട്? പണ്ട് ഗൗതമൻ എന്നൊരു യുവാവ് തപസ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. അപ്പോൾ അതിനുവേണ്ടി ഉള്ള ഒരു ഭീഷണി. അതുകൊണ്ടാണ് ഇനിയും ഒരുത്തിനെ തപസ് ചെയ്യാൻ അനുവദിച്ചുകൂടാ എന്നവർ തീരുമാനിച്ചത്. ഒരു നിസ്സഹായ അവസ്ഥയിൽ ചണ്ഡാലവർഗമായ വാൽമീകി രാമായണവുമായി ബന്ധിപ്പിച്ചതാണ്. അതുകൊണ്ട് ചണ്ഡാലവർഗം വിദ്യ നേടി അത് പ്രചരിപ്പിച്ച് സാമൂഹ്യ സംസ്കാരണം നടത്തിയാൽ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടങ്ങിയ ബ്രാഹ്മണ ചൂഷണ ഉപാധികൾ നിന്നു പോകും. അതൊരിക്കലും നിന്നു പോകരുത്. അവർക്കെന്നും ചൂഷണം ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കണം. അതുപോലെ വിദ്യയിൽ അവരെ ആരും കവച്ചു വയ്ക്കരുത്. അങ്ങനെ കവച്ചു വെച്ചാൽ പിന്നെ അവനെ എല്ലാവരും തരം താഴ്ത്തും, അല്ലെങ്കിൽ അവനെ ആരും വകവയ്ക്കത്തില്ല. അതുകൊണ്ട് ശംഭൂഹവധം എന്നൊരു താക്കീതായിട്ടാണ് ഈ രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ശംഭൂകൻ്റെ കഥ. ശംഭൂകൻ എന്ന് പറഞ്ഞാൽ സിദ്ധശംഭൂക എന്ന് പറഞ്ഞാൽ ഒരാളല്ല, 2 പേരാണ്. അതുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.